श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद। ओम अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानां एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ओम श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्जसम्भावितललाटकं हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम வெற்றிவேல் முருகனுக்கு ஹரோஹரா। பூதநாத சதானந்த சர்வபூத தயாபரா, ரக்ஷ ரக்ஷ மகாபாஹோ சாஸ்திரே துப்யம் நமோ நமः। சுவாமியே சரணமையப்பா। கோமளம் கூஜயன் வேணும் श्यामलोऽयं कुमारगः, वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायंकाले वनान्दे कुसुमितसमये सैकते चन्द्रिकायां त्रैलोक्याकर्षणाङ्गं सुरवरगणिकामोहनाभाङ्गमूर्तिं सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्या सहस्रैः वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्मकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रम् कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्चनच्छायचेलं चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्दम्। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद। मोक्षाब्धिसारमय भागवदाख्य दद्नो नारायणीय नवनीतमहो गृहीत्वा
മായാമയൗക പരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാഗീതാ ച ഗായത്ര്യഭി ച തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമോ നാരായണായ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. നാരായണീയ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. 37ാമത്തെ ക്ലാസ്സാണെന്നാണ് തോന്നണം. 13ാം ദശകം ഹിരണ്യാക്ഷവധം എന്ന ദശകമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിൻ്റെ തുടർച്ച 12ാമത്തെ ദശകത്തിൽ വരാഹ അവതാരം വർണ്ണിച്ചു. ആ വരാഹ ഭഗവാന്റെ ലീല തന്നെയാണ് ഹിരണ്യാക്ഷവധവും. അപ്പോൾ 12ഉം 13ഉം അധ്യായങ്ങൾ ഒന്നിച്ച് മനസ്സിലാക്കേണ്ട ആശയങ്ങളാണ്. ഒരു കഥയുടെ തുടർച്ച തന്നെയാണ് 2 അധ്യായങ്ങൾ, 2 ദശകങ്ങൾ. നമുക്കെന്തായാലും 13ാം ദശകം വായിക്കാം. ഹിരണ്യാക്ഷവധം എന്നുള്ള ഈ ദശകം വായിച്ച് നമ്മൾ 3 ശ്ലോകങ്ങളാണ് കണ്ടത്. ബാക്കി തുടർന്നുള്ള ശ്ലോകങ്ങൾ കാണാം. ഓം. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവൽ ഭക്തോ ഗത്വാ കപടപടുധീഃ നാരദമുനിഃ ശനൈരൂചേ നന്ദൻ ധനുജമഭി നിന്ദൻ തവ ബലം. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ നദൻ ക്വാസൗ ക്വാസൗ ഇതി സ മുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ ധരണിധരമുദ്യന്തമുദഗാത്. അഹോ
ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാപയോദൗ ആധായ പ്രസവമുദയുങ്ധാ മൃദവിദൗ ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോൽഗുഷ്ടവിയദാ രണാലോക ഉത്സുക്യാത്മിളതി സുരസംഗേ ദ്രുതമമും നിരുന്ദ്യാ സന്ധ്യാതഃ പ്രഥമമിതി ദാത്രാ ജഗദിഷേ ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ജഡിതി പതിതായാം അഹഹബോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ തദശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത്കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിതുദൻ ത്വാം സമതനോദ് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ ഭവച്ഛക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ തതോ മായാചക്രേ വിതത ഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിർ അഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധീ മഹാകായസോയം തവ ചരണപാദപ്രമദിതോ ഗളദ്രക്തോ വക്ത്രാത് അപതത് ഋഷിഭിശ്ലാഘിതഹതിഃ തദാ ത്വാം ഉദ്ദാമ പ്രമദ ഭരവിദ്യോതി ഹൃദയാഃ മുനീന്ദ്രാ സാന്ദ്രാഭിസ്തുതിഭിർ അനുവൻ അദ്വരതനും ത്വജിച്ഛന്തോ രോമസ്വഭികുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർഹോദാരോംഗ്രൗ സൃഗവിവദനേ ചോദരയിടാ ഗൃഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദഃ മുനീന്ദ്രൈർ ഇത്യാദിസ്തവനമുഖരൈർ മോദിതമനാഃ മഹീയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിഭോ നിരുന്ദ്യാരോഗം മേ സകലമപി വാതാലയപദേ മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാഃ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിഭോ നിരുന്ദ്യാരോഗം മേ സകലമപി വാതാലയപദേ നിരുന്ദ്യാരോഗം മേ സകലമപി വാതാലയപദേ നിരുന്ദ്യാരോഗം മേ സകലമപി വാതാലയപദേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
നാരായണ. ഓം. കഴിഞ്ഞ ദശകത്തിൽ സനകാദികളുടെ വൈകുണ്ഠ ഗമനവും മറ്റേ ഇവരുടെ ജയവിജയന്മാരുടെ ശാപവും അവർ ദിതിപുത്രന്മാരായി ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി തീർന്നതും, അത് കഴിഞ്ഞ് ആ ഹിരണ്യാക്ഷൻ്റെ ദിഗ്വിജയവും ഭൂമിയെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതും വിഷ്ണുവാണ് തനിക്കെതിരാളി എന്ന് വിചാരിച്ചുകൊണ്ട് തെരയുന്നതുമായിട്ടുള്ള അതിനെ 11-ാം ദശകത്തിലും കഴിഞ്ഞ 12-ാം ദശകത്തിൽ സൃഷ്ടി വർദ്ധിച്ച കാലം കൊണ്ട് ലോകം അധപ്പതിക്കുന്നത് കണ്ടതായിട്ടുള്ള ഹിരണ്യാക്ഷനാൽ അപഹരിക്കപ്പെട്ടതായിട്ടുള്ള ഭൂമിയെ രക്ഷിക്കാനായിക്കൊണ്ട് മനുവിനാൽ ചെന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിതനാവുകയും ആ ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിക്കുകയും ആ ബ്രഹ്മദേവൻ്റെ നാസാരന്ധ്രത്തിൽ നിന്ന് ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിൽ ആദ്യം ഒരു പന്നിക്കുട്ടിയായി പുറത്തേക്ക് വരികയും പിന്നീട് ഒരു ആനയെപ്പോലെ വളരുകയും പിന്നീട് അത് പർവ്വതം പോലെ ആകാശം മുട്ടെ വളർന്നു വരികയും ചെയ്തതും അതിനെയെല്ലാം കണ്ട് ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരും ഒക്കെ ആശ്ചര്യപ്പെടുകയും ചെയ്തതും ആ ഭഗവാൻ ഗർജിച്ചുകൊണ്ട് ആ ജലാശയത്തിലേക്ക് ഇറങ്ങി തൻ്റെ മൂക്കുകൊണ്ട് മണത്തുകൊണ്ട് ഭൂമി എവിടെയാ ഉള്ളതെന്ന് തെരഞ്ഞു പിടിച്ചതും അവസാനം ആ മൂക്കിൻ്റെ അല്ലെങ്കിൽ തൻ്റെ തേറ്റയുടെ അറ്റത്ത് ഒരു മുഞ്ഞപ്പുല്ലിനെ പോലെ വഹിച്ചുകൊണ്ട് ഭൂമിയെ എടുത്തുകൊണ്ട് വരുന്നതായിട്ടുള്ള വരവിൽ ആ ഹിരണ്യാക്ഷൻ നാരദനാൽ നയിക്കപ്പെട്ട് അവിടെ എത്തുന്നതാണ് ഈ 13-ാം ദശകത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകം ആരംഭിച്ചത്. ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതായിട്ട് സമയത്ത് നാരദൻ ചെന്ന് ഹിരണ്യാക്ഷനോട് പറഞ്ഞു, നീ തിരയുന്ന വിഷ്ണു നിന്റെ ഭൂമിയെയും അടിച്ചുകൊണ്ട് പോണു, നീ അവിടെയും ഇവിടെയൊന്നും കിടന്ന് തരയാതെ ഇങ്ങോട്ട് വരൂ, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് നാരദനാൽ നയിക്കപ്പെട്ട് ആ വിഷ്ണു വരാഹമൂർത്തിയായി ഭൂമിയെ ഉദ്ധരിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരപ്പെട്ടു. ഇവനാണ് നിന്റെ ശത്രുവായ വിഷ്ണു, നിന്റെ പ്രിയപ്പെട്ട ഭൂമിയെ ആ മായാവിയായിട്ടുള്ള കള്ളൻ കട്ടുകൊണ്ടുപോകുന്നത് കണ്ടില്ലേ? സ മായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതിയും പ്രഭോ കഷ്ടം കഷ്ടം കിമിതം. ഇതെന്താത് വല്ലാത്ത കഷ്ടമായല്ലോ, അങ്ങേ പേടിയില്ലാതായോ ഈ പന്നിക്കൂട്ടങ്ങൾക്കൊക്കെ എന്നുള്ള മട്ടിൽ പരിഹസിച്ചുകൊണ്ട് തേന അഭിഗതിത ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ ആ ഹിരണ്യാക്ഷൻ ഗർജിച്ചുകൊണ്ട് ഖ്വാസവ് ഖ്വാസവ് എവിടെയവൻ എന്ന് പറഞ്ഞ് അന്വേഷിച്ചപ്പോൾ മുനിയാൽ കാണിക്കപ്പെട്ടു ആ ഭൂമിയെ ധരിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള ജലത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായിട്ടുള്ള അങ്ങേ ആ ഹിരണ്യാക്ഷൻ കണ്ടപ്പോൾ അവന് പരിഹാസമാണ് ആദ്യം ഉണ്ടായത്. അഹോ ആരണ്യോയം മൃഗ, ഇതെന്തൊരു കാട്ടുമൃഗമാണ്, ഇതാണോ വിഷ്ണു എന്ന് പരിഹസിച്ചുകൊണ്ടാണ് അവൻ അതിനെ നേരിട്ടത്. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം, ഇങ്ങനെ പരിഹസിക്കുന്നവനും ബഹുതരൈർ ദുരുക്തൈർ വിദ്യന്തം, പല പ്രകാരത്തിലുള്ള ദുഷ്ടവാക്കുകളെ കൊണ്ട് ഭഗവാനെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നവനും വേധിക്കുന്നവനും വിദ്യന്തം ദിതിസുതം അവജ്ഞായ, ആ ദൈത്യനെ അങ്ങ് അവഗണിച്ചുകൊണ്ട്, കാരണം അങ്ങയുടെ ഈ തേറ്റയുടെ അഗ്രത്ത് ഒരു മുഞ്ഞപ്പുല്ല് പോലെ പറ്റിയിരിക്കുന്ന ഭൂമിദേവി പേടിച്ചു വിറയ്ക്കുകയാണ്. മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം, ദംഷ്ട്രാ ശിരസി ചകിതാം മഹീം ദൃഷ്ട്വാ സ്വേന മഹസാ പയോധവുവാധായ, തൻ്റെ തന്നെ ആ തേജസ് കൊണ്ട് പ്രഭാവം കൊണ്ട് യോഗശക്തി കൊണ്ട് ജലോപരി ആ ഭൂമിയെ അങ്ങ് ഉറപ്പിച്ചു നിർത്തി. എന്നിട്ട് പ്രസവം ഉദയുങ്ത മൃതവിധൗ, ആ മൃതവിധിയിൽ യുദ്ധത്തിനായിക്കൊണ്ട് ഉദയുങ്ത അങ്ങനെ ഉദ്യുക്തനായി അങ്ങ് പുറപ്പെട്ടവനായി, പ്രസവം ബലാത്കാരേണ ശക്തിയോടുകൂടിയിട്ട്. അപ്പോൾ ആ ചെയ്യേണ്ട കർത്തവ്യം ചെയ്തു കഴിഞ്ഞ് ഭൂമിയെ യഥാസ്ഥാനത്ത് തൻ്റെ ശക്തി കൊണ്ട് ഉറപ്പിച്ച് നിർത്തിയിട്ട് പേടിക്കേണ്ട, അവിടെ ഇരുന്നോളൂ, ഞാനുണ്ട് രക്ഷിക്കാൻ എന്ന മട്ടില് ഭൂമിയെ അവിടെ ഇരുത്തിയിട്ടാണ് ഭഗവാൻ വരാഹമൂർത്തി ഇതാ ഹിരണ്യാക്ഷനോട് യുദ്ധത്തിനായിക്കൊണ്ട് തിരിച്ച് നിൽക്കുന്നത് എന്നർത്ഥം.
വരാഹമൂർത്തേ ശരണം എന്ന് എഴുതിയത് തെറ്റാണെങ്കിലും വലിയൊരർത്ഥത്തിൽ ശരിയായി പോയിട്ടോ. വരാഹമൂർത്തേ ശരണം എന്ന് എഴുതി വരാഹമുത്തേ ശരണം എന്നായി. മുത്തന്നെയാണ് വരാഹം, അങ്ങനെ നമുക്ക് കാണാം. വരാഹമുത്തായിട്ട് കണ്ണാ മുത്ത എന്നൊക്കെ നമ്മൾ ഭഗവാനെ കൃഷ്ണനെ മാത്രം വിളിച്ചാൽ പോരാ, വരാഹമൂർത്തിയെയും വിളിക്കാം. നമ്മളെ രക്ഷിച്ച, ഈ ലോകത്തെ രക്ഷിച്ച ഭഗവാൻ ഒരു മുത്തു തന്നെയാണ്. നാരായണ. അപ്പോൾ ഭഗവാൻ യുദ്ധത്തിനായിക്കൊണ്ട് ഉദ്യുക്തനായി എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ നിർത്തിയത്. ആ ഭഗവാനും ഹിരണ്യാക്ഷനുമായിട്ടുള്ള യുദ്ധമാണ് ഇനി 4 ശ്ലോകങ്ങളിൽ. 5-ാമത്തെ ശ്ലോകത്തിൽ അവൻ മരിച്ചു വീഴുന്ന കഥയെ പറയണു. 4-ാം ശ്ലോകം മുതൽക്ക് തുടരാം. ഗദാപാനൗ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഗഡഗഡരവോൽഘുഷ്ടവിയത രണാലോകൗത്സുക്യാത് മിളതി സുരസംഗേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗതിഷേ ഗദാബാണൗ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഗഡഗഡരവോൽഘുഷ്ടവിയത രണാലോകൗത്സുക്യാത് മിളതി സുരസംഗേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാദഃ പ്രഥമമിതി ധാത്രാ ജഗതിഷേ. യുദ്ധത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ്. ഗദാപാണൗ ദൈത്യേ, ദൈത്യേ ഗദാപാണൗ സതി, സതി സപ്തമി. ഇൻ ദ മീൻ വൈൽ, അങ്ങനെയായിരിക്കുന്ന സമയത്തിങ്കൽ എന്ന് പറയുന്ന ആ പ്രയോഗമാണ് സതി എന്ന് പറയുന്ന പ്രയോഗം. സതി സപ്തമി എന്ന് പറയും. ഗദാപാണൗ ദൈത്യേ, ദൈത്യേ ഗദാപാണൗ സതി, ദൈത്യൻ ഗദാപാണിയായിരിക്കേ. അസുരന്റെ കയ്യിൽ ഗദയുണ്ട്. അച്ഛൻ കശ്യപ പ്രജാപതി കൊടുത്തതായിട്ടുള്ളൊരു ആയുധമാണ് ഗദ. ആ ഗദയുമായിട്ട് ദൈത്യൻ നിൽക്കെ ഭഗവാൻ വെറും കൈയോടെ നിൽക്കണ്ടല്ലോ. ഭഗവാനും തന്റെ ഗദയെ കൊണ്ടുവന്നു. ത്വമഭിഹി ഗൃഹീതോന്നതഗതോ, ഗുരുവായൂരപ്പ ത്വമഭി അങ്ങും, ഹി നിശ്ചയമായിട്ടും, ഗൃഹീത ഉന്നതഗത ഉന്നതമായ ദൈത്യന്മാരുടെ ചോര കുടിക്കുന്നതിൽ നല്ല മിടുക്കുള്ളതായിട്ടുള്ള ഗതയാണ് ഭഗവാന്റെ കൗമോദകി എന്ന ഗത. ഗതകളിൽ വെച്ച് രത്നമാണ്, ഗതാരത്നമാണ് ഭഗവാന്റെ ഗത കൗമോദകി. അതിന് കൗമോദകി എന്ന പേര് വരാൻ തന്നെ കാരണം ഭൂമിക്ക് മോദത്തെ കൊടുക്കുന്നത്, ഭൂമിക്ക് ആനന്ദത്തെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കും മോദയതീതി കൗമോദകി, കും മോദം കരോതീതി കൗമോദകി. കു ശബ്ദം ഭൂമിയെ സൂചിപ്പിക്കുന്നതാണ്. കും എന്നാൽ ഭൂമിയെ, മോദയതി മോദം കരോതി ഇത് കൗമോദകി. അപ്പൊ ഭൂമിക്ക് ആനന്ദം കൊടുക്കുന്ന പണിയാണ് ആരുടെ പണി? ഈ ബുൾഡോസറുടെ. എങ്ങനെ? ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ടുള്ള ദൈത്യന്മാരുടെയൊക്കെ തലയും മാറും ഒക്കെ അടിച്ച് തകർത്ത് അവരെ നശിപ്പിച്ച് അവരുടെ ചോര കുടിച്ച് ഭൂമിക്ക് ആശ്വാസവും ആനന്ദവും കൊടുക്കലാണ് ഈ ഗദയുടെ പണി. അതുകൊണ്ടാണ് അതിന് എന്ത് പേര്? കൗമോദകി എന്ന്. അപ്പൊ ഗദകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗദ അതാണ് ഉന്നത ഗദേ, ഉന്നത ഗദ എന്ന് പറഞ്ഞ. ത്വമഭിഹി ഗൃഹീതോന്നത ഗദ, ഏറ്റവും ശ്രേഷ്ഠമായ ഗദയും ധരിച്ചുകൊണ്ട് അങ്ങും ഗുരുവായൂരപ്പ നിയുദ്ധേന ക്രീഡന്. ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്, അങ്ങ് കളിക്കുകയായിരുന്നുല്ലേ എന്ന്. നിയുദ്ധേന ക്രീഡന്, നിയുദ്ധം എന്നാൽ ദ്വന്ദ്വയുദ്ധം, പരസ്പരം നേരിട്ടുള്ളതായിട്ടുള്ള യുദ്ധം. അങ്ങ് ആ എന്താ പറയുക, ജയവിജയന്മാരിൽ വിജയനാണ് ഹിരണ്യാക്ഷൻ. അപ്പൊ അങ്ങയുടെ ഭൃത്യൻ തന്നെയാണ് ഹിരണ്യാക്ഷനായിട്ട് വന്നിരിക്കണതേ. കാവൽക്കാരനായിരുന്ന ആളാണല്ലോ, പാവം പാർഷദനല്ലേ. ശാപം കൊണ്ടാണല്ലോ
ഹിരണ്യാക്ഷനായത്. അപ്പോൾ കുറച്ചു നേരം അവനോട് കളിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ഗുരുവായൂരപ്പ? അവൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ വാസനകളൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാനുള്ള അവസരം നല്ലോണം കൊടുത്തു അല്ലേ? കാരണം കുറച്ചു നേരം കളിക്കാൻ അവസരം കൊടുക്കുമ്പോഴേ അവൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ വൈരാഗ്യമൊക്കെ തീരുള്ളൂ. ഇപ്പം നമ്മളെ ഒരാൾക്ക് തല്ലണം എന്നുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയുക അവനോട്, എന്നെ എന്നാലും തല്ലിക്കോ, നിനക്ക് സമാധാനം ആവുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തല്ലിയിട്ട് സമാധാനമാവും, അല്ലെങ്കിൽ അവന് തല്ലുന്നതിന് മുമ്പേ സമാധാനമായി എന്ന് വരും. അവൻ്റെ ദേഷ്യം അടക്കാൻ അതാ വഴി. അല്ല നമ്മൾ ഒപ്പത്തിനൊപ്പം ഞാൻ നിൽക്കും എന്ന് പറഞ്ഞു നിന്നാൽ അവന് ദേഷ്യം വർദ്ധിക്കുകയുള്ളൂ. അപ്പം നിനക്ക് തല്ലാനുണ്ടെങ്കിൽ എന്നെ 4 തല്ലിക്കോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ദേഷ്യം ഏത് വഴിക്ക് പോയി എന്നറിയില്ല. അല്ലെങ്കിൽ 4 തല്ലിയിട്ട് അവൻ അടങ്ങും. എത്ര തല്ലിയാലും പ്രയോജനമില്ല എന്ന് അവന് മനസ്സിലാവും. ഇതുപോലെ ഇവൻ്റെ ഉള്ളിലൊരു വാസനയുണ്ട്, ഭഗവാനെ നിരോധിക്കുക. ഭഗവാന്റെ അടുത്തേക്ക് വന്ന സനകാദികളെ തടഞ്ഞ ആളാണല്ലോ. അപ്പോൾ ആ വാസനയെ പ്രകടിപ്പിക്കുവാൻ ഭഗവാൻ അവസരം കൊടുക്കുന്ന കരുണാമൂർത്തിയാണ് ഭഗവാൻ. ആ ഏതെങ്കിലും ഭഗവാനോട് അസൂയയോ മത്സരമോ കുനിഷ്ടോ കുശുമ്പോ എന്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ തീർന്നോട്ടെ, അത് തീരാനുള്ള അവസരം കൊടുക്കുകയാണ് ഭഗവാന്റെ നേരെ ദ്വന്ദ്വയുദ്ധം ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ ഭഗവാന് ഒരടി പോരെ, ഗത കൊണ്ട് ഒരു പ്രഹരം കൊണ്ട് തീർക്കാം. ഭഗവാൻ എന്തുകൊണ്ട് ഹിരണ്യാക്ഷനോടും ഹിരണ്യകശിപുവിനോടും ഒക്കെ കുറച്ചു നേരം യുദ്ധം ചെയ്യുന്നു എന്നാണെങ്കിൽ ഭഗവാന് ശക്തി കുറവ് കൊണ്ടല്ല, ഒരടി കൊണ്ട് തീർക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഇനി ഒരടിയും അടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തിരിച്ചടിക്കാനുള്ള ആ ശക്തി കൊടുക്കുന്നത് പോലും ഭഗവാനാണ് അല്ലേ? അത് പ്രഹ്ലാദനെ പോലെയുള്ളവർക്ക് അറിയാം. ഹിരണ്യകശിപു ചോദിച്ചില്ലേ പ്രഹ്ലാദനോട്, നീ എന്ത് ബലത്തിലാടാ ഇങ്ങനെ എന്നെ ധിക്കരിക്കുന്നത്? എന്താ നിന്റെ ധൈര്യത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചപ്പോൾ ആരുടെ ബലത്തിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു പ്രഹ്ലാദൻ. അച്ഛാ, എൻ്റെ മാത്രം ബലമല്ല, അച്ഛൻ്റെ ബലവും അങ്ങേര് തന്നെയാ. ഈ അച്ഛനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കോപിക്കുന്നുണ്ടല്ലോ, എന്നോടൊക്കെ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ, അതിനൊക്കെ ഉള്ള ബലവും തന്നിരിക്കുന്നത് അങ്ങേര് തന്നെയാ. എല്ലാവരുടെ ഉള്ളിലും ബലം അവൻ തന്നെയാ. അപ്പോൾ ഹിരണ്യാക്ഷൻ കൈ പൊക്കുന്നുണ്ടെങ്കിൽ ആ കൈ പൊക്കാനുള്ള ശക്തി കൊടുത്ത ആള് തന്നെയാണ് ഇപ്പുറത്ത് നിന്ന് ആ കൈ കൊണ്ടുള്ള അടി കൊള്ളുന്നതും. മനസ്സിലാവുണ്ടോ? ഹിരണ്യാക്ഷൻ കൈ പൊക്കി ആ കൈ കൊണ്ടോ ആ കയ്യിലുള്ള ഗത കൊണ്ടോ ഭഗവാനെ പ്രഹരിക്കുന്നുണ്ടെങ്കിൽ, ആ ഭഗവാൻ അടി കൊള്ളുന്നുണ്ടെങ്കിൽ ഭഗവാൻ ആരുടെ അടിയാ കൊള്ളുന്നത്? തൻ്റെ തന്നെ അടിയാ കൊള്ളുന്നത്. ഭഗവാന് ഹിരണ്യാക്ഷന്റെ അടിയൊക്കെ ഏതുപോലെ? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഭഗവാൻ ആ തൻ്റെ തന്നെ കൈകൊണ്ട് തൻ്റെ തന്നെ കാലിനെ പിടിച്ച് തൻ്റെ തന്നെ വായിൽ വെച്ച് താൻ തന്നെ അനുഭവിച്ചു കൊണ്ടിരുന്നില്ലേ? ആ ആലിലയിൽ ശയിച്ചതായിട്ടുള്ള ഭഗവാൻ, ആലില കണ്ണൻ എന്ത് ചെയ്തുകൊണ്ടാണ് കിടക്കണത്? തൻ്റെ തന്നെ കാലിനെ തൻ്റെ തന്നെ കൈകൊണ്ട് പിടിച്ച് തൻ്റെ തന്നെ വായിൽ തന്നെ വെച്ച് താൻ തന്നെ അനുഭവിക്കുക. അതിൻ്റെ ഒരു വിസ്താരമാണ് ഈ പ്രപഞ്ചം. ആ ചിത്രത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഫോർമാണ് ഈ കാണുന്നതായിട്ടുള്ള വിശ്വം. അത് ഇതിൻ്റെ ഒരു മോഡൽ മാത്രമാണ്, ഒരു മിനിയേച്ചർ. ഈ വിശ്വത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ഭഗവാന്റെ ആ മുകുന്ദ വേഷം. ബാലം മുകുന്ദനായി കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം എന്ന് പറഞ്ഞ് കിടക്കുന്ന കിടപ്പ് അത് കാണിച്ചു തരികയാണ്. ഈ ലോകമേ ഞാനാണ്, ഇത് കൊടുക്കുന്നതും വാങ്ങുന്നതും ഞാൻ തന്നെ, കാണുന്നതും കാണപ്പെടുന്നതും ഞാൻ തന്നെ, ഇവിടെ പലതില്ല, എല്ലാം ഞാൻ തന്നെ, ഞാൻ തന്നെ, എന്നിൽ തന്നെ, എന്നെ തന്നെ, എന്നാൽ തന്നെ, എനിക്ക് വേണ്ടി തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ എന്നെ തന്നെ സൃഷ്ടിച്ച് ഇവിടെ ആകെ പലരില്ല. ഇതൊരു വൺ മാൻ ഷോ ആണ്, ഇതൊരു സോളിറ്റെയർ ഗെയിമാണ്. ഐ പ്ലേ വിത്ത് മൈസെൽഫ് എന്ന തത്വമാണ് ഭഗവാൻ ആലില കണ്ണനായി കാണിച്ചു തരുന്നത്. ആലില കണ്ണന്റെ തത്വം അതാണ്.
ഇതെല്ലാം ഒരു വൺമാൻ ഷോ ആണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ സ്വകാമയത ബഹുസ്യാം പ്രജായേതി. ഏകനും അദ്വിതീയനുമായ ബ്രഹ്മം സ്വയം സങ്കല്പിച്ചു താൻ പലതായി തീരട്ടെ എന്ന്. അങ്ങനെ പലതായി തീർന്ന് താൻ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് യുദ്ധം ചെയ്യാണ്. ഇവിടെ ഹിരണ്യാക്ഷനായിരിക്കുന്നതും വരാഹമൂർത്തിയായിരിക്കുന്നതും ഭഗവാനെ സംബന്ധിച്ച് രണ്ടല്ല. അടി കൊടുക്കുന്ന ഹിരണ്യാക്ഷനും അടി വാങ്ങുന്ന ഭഗവാനും, ഇവിടുന്ന് അടിക്കുന്ന വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനും അപ്പുറത്ത് അടികൊള്ളുന്ന ഹിരണ്യാക്ഷനും ഭഗവാൻ തന്നെ. അപ്പോൾ ഹിരണ്യാക്ഷന് അടികൊള്ളുമ്പോഴും അത് ഭഗവാന് തന്നെയാണ് കൊള്ളുന്നത്. അത് അറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഇവിടെ സോളിറ്റയർ കളിച്ചുകൊണ്ടിരിക്കുക, ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുക. അത് അറിയുന്ന ആളാണ് ഇവിടെ മേൽപ്പത്തൂർ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? നിയുദ്ധേന ക്രീഡൻ. ഗുരുവായൂരപ്പ അങ്ങ് കളിക്കുകയാണല്ലേ എന്ന്. ദ്വന്ദ്വയുദ്ധം എന്ന വ്യാജേന അങ്ങയുടെ ഭൃത്യനായ ഹിരണ്യാക്ഷനുമായിട്ടൊരു കളി കളിക്കുകയായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ബോറടി മാറ്റാൻ, അദ്ദേഹത്തിൻ്റെ കൈത്തരിപ്പ് മാറ്റാൻ, അദ്ദേഹത്തിൻ്റെ വാസനകളെ ക്ഷയിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കുകയായിരുന്നുല്ലേ എന്ന്. ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. വെറും ഒരു ചെറിയൊരു പ്രയോഗമേ ഉള്ളൂ ക്രീഡൻ എന്ന്. ആ ക്രീഡനിൽ എല്ലാം അടങ്ങി. ക്രീഡനിൽ ഫിലോസഫി മുഴുവൻ അടങ്ങി. നിയുദ്ധേന ക്രീഡൻ, അങ്ങനെ കളിച്ചുകൊണ്ട് ഗഡഗഡരവോൽഗുഷ്ടവിയത. ഗഡഗഡരവോൽഗുഷ്ടവിയത. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം, അന്തരീക്ഷം മുഴുവൻ മുഴങ്ങുകയാണ്. രവം കൊണ്ട് ഉത്കുഷ്ടം, ഉദ്ഘോഷിക്കപ്പെടുന്നു. ഏത് രവം? ഘടഘടരവം. രണ്ട് ഘടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ് അല്ലേ? ഗതകളുടെ അഗ്രഭാഗം രണ്ടും ഓരോ കുടം പോലെയാണല്ലോ. ആ കുടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ഘട 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 എന്ന്. അങ്ങനെ ആ ഘട ഘട രവോൽഗുഷ്ട വിയത. അപ്പോൾ ആകാശം മുഴുവൻ, അന്തരീക്ഷം മുഴുവൻ ഈ ഗതകൾ തമ്മിലുള്ളതായിട്ടുള്ള കൂട്ടിമുട്ടലിൻ്റെ ബഹളം, അതൊരു എന്താ പറയുക, മേളമായിട്ട് ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. ഭഗവാന്റെ നൃത്തത്തിന്, ഭഗവാന്റെ ക്രീഡയ്ക്ക് ഒരു പക്കവാദ്യം. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്ന സ്റ്റേഡിയത്തിൽ ബാൻഡ് വാദ്യങ്ങളും ചെണ്ടവാദ്യങ്ങളും ഒക്കെ കൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ കുട്ടികൾ? കളിയെ ആസ്വദിക്കുന്നവർ, ആ കളിക്കാർക്ക് പ്രേരണ കൊടുക്കാനായിക്കൊണ്ട്, അവരെ ഉത്സാഹിപ്പിക്കാനായിക്കൊണ്ട് ഗോളടിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ആരവങ്ങളും ആർപ്പുകളും കയ്യടികളും വാദ്യങ്ങളും ഒക്കെ മുഴക്കുമ്പോൾ ആ കളിക്കാർക്ക് ആവേശം കൂടുന്നു. എന്നതുപോലെ ഇവിടെ ഓർക്കസ്ട്ര ഭഗവാൻ തന്നെ നിർമ്മിക്കുകയാണ്. എങ്ങനെ? ഈ ഗതകളുടെ പ്രഹരങ്ങളെ ആ ശബ്ദം കൊണ്ട് തന്നെ അത് ഉത്സാഹമാക്കി മാറ്റി, അതിനെ വാദ്യമാക്കി ഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഗഡ ഗഡരവോൽ ഗുഷ്ട വിയത നിയുദ്ധേന ക്രീഡൻ. ആകാശം മുഴുവൻ മാറ്റൊലിക്കൊള്ളുന്ന ഗഡഗഡാരവം കൊണ്ട് അങ്ങ് നിയുദ്ധം കൊണ്ട് കളിച്ചുകൊണ്ട്, ദ്വന്ദ്വയുദ്ധം കൊണ്ട് ക്രീഡിച്ചുകൊണ്ട്, ആ സമയത്ത് ഭഗവാനും തൻ്റെ ഭൃത്യനുമായിട്ടുള്ള ഈ കളി കാണാനായിക്കൊണ്ട് സ്റ്റേഡിയത്തിൽ ആളുകൾ നിറഞ്ഞു. ഏതാ സ്റ്റേഡിയം? ആകാശത്ത്, അന്തരീക്ഷത്തിൽ വന്ന് നിറഞ്ഞു. ആരൊക്കെ? സുരസംഗേ രണാലോകൗത്സുക്യാത് മിളതി സുരസംഗേ. രണാലോക ഉത്സുക്യാത്, രണം ആലോകനം ചെയ്യാനുള്ള ഉത്സാഹത്തോടുകൂടെ, ഔത്സുക്യത്തോടുകൂടെ, മിളതി മിളതി മേളിക്കുമ്പോൾ. ആര് മേളിക്കുമ്പോൾ? സുരസംഗേ മിളതി സതി. അവിടെയും സതി സപ്തമി. സുരസംഘങ്ങൾ, ദേവക്കൂട്ടങ്ങൾ, ഗന്ധർവന്മാരും കിന്നരന്മാരും വിദ്യാധരന്മാരും ചാരണന്മാരും കിംപുരുഷന്മാരും ദേവന്മാരുമെല്ലാം അന്തരീക്ഷത്തിൽ വന്ന് മേളിക്കുമ്പോൾ എല്ലാവരും പ്രഖ്യാപിക്കുകയാണ്, അവിടെ വിളിച്ചു കൂവുകയാണ്. അറിഞ്ഞില്ലേ, ദാ ഹിരണ്യാക്ഷന്റെ പണി കഴിഞ്ഞു, ഹിരണ്യാക്ഷന്റെ പണി കഴിഞ്ഞു, കാണാൻ വരുന്നില്ലേ എന്ന് ഓരോരുത്തരും പരസ്പരം വിളിച്ചു പറഞ്ഞ് ദേവലോകത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടി. ആകാശത്ത് നിന്ന് എല്ലാവരും താഴെ ഭഗവാന്റെ ലീല കാണുകയാണ്, ഹിരണ്യാക്ഷവധം. അപ്പോൾ ഈ കളി കാണാൻ എല്ലാവരെയും ഭഗവാൻ വിളിച്ചുകൂട്ടി. എല്ലാവരും കാണുമ്പോഴാണ് കളിക്കാൻ രസം. ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ രസമില്ല. അപ്പൊ ദേവന്മാർക്കൊക്കെ കാണിച്ചു കൊടുത്തു ഭഗവാന്റെ ക്രീഡ. രണാലോക ഉത്സുക്യാത് മിളതി സുരസംഗി.
സുരസംഘം മേളിച്ചു നിൽക്കുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ധാത്ര ജഗദിഷേ, ധാത്ര വിധാതാവിനാൽ, ജഗദിഷേ ജഗാദ എന്നുള്ളത് ത്വം ജഗദിഷേ, അങ്ങ് പറയപ്പെട്ടു, അങ്ങയോട് ഗതനം ചെയ്യപ്പെട്ടു, അങ്ങയോട് ഉണർത്തിക്കപ്പെട്ടു. അല്ലേ? ഗാലറിയിൽ ഇരുന്നുകൊണ്ട് കളി കാണുന്നവര് അടിക്ക് ഗോള്, അടിക്ക് ഗോള്, അടിക്ക് സിക്സർ, അടിക്ക് ഫോറ്, അവന്റെ വിക്കറ്റ് എടുക്കുക എന്നൊക്കെ കളിക്കാരോട് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്. ആരാണ്? ധാത്ര ബ്രഹ്മദേവൻ വിധാതാവിനാൽ ഇപ്രകാരം ഗതനം ചെയ്യപ്പെട്ടു. എന്താ ഗതനം ചെയ്യപ്പെട്ടത്? എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോ ബ്രഹ്മദേവൻ ആ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദ്രുതമമും നിരുന്ധ്യാഹ സന്ധ്യാദപ്രഥമം ഇതി ധാത്രാ ജഗദിഷേ, ഇങ്ങനെ ദാതാവിനാൽ ഗതനം ചെയ്യപ്പെട്ടു. അപ്പൊ എന്താ പറഞ്ഞത്? ദ്രുതമമും നിരുന്ധ്യാഹ, ദ്രുതം പെട്ടെന്ന്, അമും ഇവനെ, നിരുന്ധ്യാഹ നിരോധിച്ചാലും നശിപ്പിച്ചാലും. എപ്പോൾ? സന്ധ്യാദഹ പ്രഥമം, സന്ധ്യയ്ക്ക് മുമ്പേ. സന്ധ്യാദഹ പ്രഥമം അമും നിരുന്ധ്യാത്, നിരുന്ധ്യാഹ, സന്ധ്യയ്ക്ക് മുമ്പേ തന്നെ ഇവനെ കൊന്നുകളയൂ. ദ്രുതം ദ്രുതം നിരുന്ധ്യാഹ, വേഗം കൊന്നുകളയൂ, വേഗം കൊന്നുകളയൂ. കളിയുടെ ടൈം തീരാറായി, 90 മിനിറ്റ് കഴിയാറായി, വേഗം ഗോളടിക്കൂ എന്ന് പറയും പോലെ ബ്രഹ്മദേവൻ ഗാലറിയിൽ നിന്ന് വിളിച്ചു പറയാണ്, വേഗം കൊന്നുകളയൂ അവനെ. സന്ധ്യ ആയി കഴിഞ്ഞാൽ അസുരന്മാർക്ക് ബലം കൂടും. സന്ധ്യാസമയം അസുരന്മാരുടെ ബലം കൂടുന്ന സമയമാണ്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ അവനെ കൊന്നുകളയൂ എന്ന് ബ്രഹ്മദേവൻ ഗാലറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. അതാണ് ദ്രുതമമും നിരുന്ധ്യാഹ സന്ധ്യാദപ്രഥമമിതി ധാത്രാ ജഗദിഷേ, ദാതാവിനാൽ ഗതിക്കപ്പെട്ടു. ത്വം ജഗദിഷേ, അങ്ങ് പറയപ്പെട്ടു ഇപ്രകാരം എന്നാണ്. അപ്പൊ അതിമനോഹരമായിട്ടുള്ള വർണ്ണനയാണ്. ആ രംഗമൊക്കെ ഒന്ന് മനസ്സിൽ കാണുക. ഗാലറിയിൽ ആൾക്കാർ കളി കാണുന്ന പോലെ ദേവസംഘം ആകാശത്ത് വന്ന് നിറഞ്ഞിരിക്കുന്നു. ബ്രഹ്മദേവൻ അവരുടെ ലീഡറായിട്ട് നിന്നിട്ട് ഭഗവാനോട് പറയുന്നു, അപേക്ഷിക്കുന്നു, ഭഗവാനെ വേഗം അവനെ കൊന്നുകളയൂ, സന്ധ്യാവാറായി, അവന്റെ പണി കഴിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നു. ഗദാപാണൗ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഗടഗടരവോൽഗുഷ്ടവിയത രണാലോകൗത്സുക്യാത് മിളതി സുരസംഗേ ദ്രുതമമും നിരുന്ധ്യ സന്ധ്യാദഃ പ്രഥമം ഇതി ധാത്രാ ജഗദിഷേ. ഇനി അവർ തമ്മിലുള്ള യുദ്ധം വീണ്ടും വർണ്ണിക്കുകയാണ്. മേൽപ്പത്തൂരിന് മതിയായില്ല പറഞ്ഞിട്ട്, വേഗം കൊന്നുകളഞ്ഞ കളി തീരുമല്ലോ, അപ്പൊ കളി കുറച്ച് നന്നായിട്ട് നടക്കട്ടെ. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഗാദാത് ഭൂമൗ ജഡിതി പതിതായാം അഹബോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോ രുരുചിഷേ. ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഗാദാ ഭൂമൗ ജഡിതി പതിതായാം അഹബോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോ രുരുചിഷേ. നാരായണ. യുദ്ധം വർണ്ണിക്കുകയാണ് മേൽപ്പത്തൂര്. ഗതോന്മർദ്ദേ തസ്മിൻ തസ്മിൻ ഗതോന്മർദ്ദേ, ആ ഗദാ ഉന്മർദ്ദത്തിൽ നിങ്ങൾ തമ്മിൽ, ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിൽ നടക്കുന്നതായിട്ടുള്ള ഗദായുദ്ധം, ആ ഗതോന്മർദ്ദേ സതി, തസ്മിൻ ഗതോന്മർദ്ദേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഹിരണ്യാക്ഷൻ ആദ്യത്തെ ഗോൾ അടിച്ചു. അഹബോ
എന്ന് പറഞ്ഞത് അതാണ്. ഹിരണ്യാക്ഷനാണ് ആദ്യ ഗോളടിച്ചത് എന്ന് പറയുന്നത്. അതാണ് തവകലു ഗദായാം ദിവിഭുവോ ഗദാഗാദാത് ഭൂമൗ ഝടിതി പതിതായാം അഹബോ. അയ്യോ ആശ്ചര്യം, എന്താ ഇത് എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അഹബോ, സമ്മതിക്കണം. ആരെ? ഹിരണ്യാക്ഷനെ. എന്താ കാരണം? ആദ്യത്തെ ഗോളടിച്ചത് മൂപ്പരാണ്. എന്താ ഉണ്ടായത്? ആ ഗദായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തവ ഖലു ഗദായാം ദിദിഭുവഃ ഗദാഗാദാത് ഭൂമൗ ഝടിതി പതിതായാം. ഗുരുവായൂരപ്പ, തവ ഗദായാം ഭുവി പതിതായാം ഭൂമൗ പതിതായാം. അങ്ങയുടെ ഗദ ഭൂമിയിൽ പതിച്ചു. അങ്ങയുടെ കയ്യിൽ നിന്ന് ഗദ തെറിപ്പിച്ചു കളഞ്ഞോവൻ. എങ്ങനെ? ദിദിഭുവഃ ഗദാഘാതാത്. ദിദിഭുവഃ എന്നുള്ളത് ഷഷ്ടി പ്രയോഗമാണ്. ദിദിഭൂ, അവന്റെ പേര് ദിദിഭൂ എന്ന് പറഞ്ഞാലോ സ്വയംഭൂ എന്ന് പറയുന്ന പോലെ. ബ്രഹ്മദേവൻ ഒരു പേരില്ലേ, സ്വയംഭൂ. അതുപോലെ ഇവന്റെ പേര് ദിദിഭൂ എന്ന് പറഞ്ഞാൽ എന്താ? ദിദിയിൽ ഭവിച്ചവൻ, ദിദിയുടെ പുത്രൻ. അപ്പൊ ദിദിഭൂ എന്നുള്ള ശബ്ദത്തിന്റെ ഷഷ്ടി ദിദിഭുവഃ. ദിദിഭൂവിന്റെ, സ്വയംഭൂവിന്റെ, സ്വയംഭുവഃ എന്ന് പറഞ്ഞാൽ സ്വയംഭൂവിന്റെ പറയും പോലെ ആ ദിദിഭൂവിന്റെ, ആ ദൈത്യന്റെ ഗദാഗാദാത്, അവന്റെ ഗദാ ആഘാതം കൊണ്ട്, പ്രഹരം കൊണ്ട് തവ ഗദായാം ഭൂമൗ പതിതായാം, അങ്ങയുടെ ഗദ ഭൂമിയിൽ പതിച്ചതായിട്ടുള്ള സത്യാം. ആ സമയത്ത് സതിസപ്തമി പ്രയോഗമാണ്. ഭോ, മേൽപ്പത്തൂർ തന്നെ ആശ്ചര്യപ്പെടും. ഭഗവാൻ, ഇത് എന്തൊരു കളിയാണിത്, അങ്ങ് തോറ്റു കൊടുക്കുന്ന കളി. ഹിരണ്യകശിപുവായിട്ട് കളിക്കുമ്പോഴും ഇതുപോലെയുണ്ട് ഭഗവാന്റെ കളി. നരസിംഹാവതാരത്തിലും ഭഗവാൻ ആദ്യം ഹിരണ്യകശിപുവിനെ ഒരു പിടുത്തം പിടിക്കുമ്പോൾ ആ ഹിരണ്യകശിപു ഭഗവാന്റെ കയ്യിൽ നിന്ന് കൊതറി ചാടും പുറത്തേക്ക്, സ്വതന്ത്രനാവും. ഭഗവാന്റെ നഖങ്ങളുടെ പിടിയിൽ നിന്ന് അവൻ ഒരിക്കൽ ചാടിപ്പോകുന്നുണ്ട്. ആ ചാടിപ്പോകുന്നത് കണ്ടിട്ട് ആകാശത്തുള്ള ദേവന്മാരൊക്കെ ആശ്ചര്യപ്പെടും. എന്താ അത്, ഭഗവാന് പോലും അവനെ പിടിയിൽ ഒതുക്കാൻ പറ്റുന്നില്ല, ആണ് ഭയങ്കര ശക്തനാണല്ലോ, ഇവനെ ഇനി ഭഗവാന് കൊല്ലാൻ കഴിയില്ലേ എന്നുള്ള ആകാംക്ഷ ഭഗവാൻ ജനിപ്പിക്കും. ഭഗവാന്റെ കളിയാണിതെല്ലാം, സസ്പെൻസ്. ഭഗവാൻ തോൽക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കും. എന്തിനാ? കളിക്കൊരു ത്രില്ല് വേണ്ടേ? ഇപ്പൊ അച്ഛനും മക്കളും കൂടി കളിക്കുകയാണെങ്കിൽ എന്താ അച്ഛൻ എങ്ങനെയാ ചെയ്യുക മക്കളോട്? അച്ഛൻ തന്നെ നല്ല കളിയും കളിച്ച് ജയിച്ചുകൊണ്ടിരുന്നാൽ കുട്ടികൾ കളി നിർത്തി ഓടിപ്പോവും, മതി എന്ന് പറയും. കുട്ടികൾക്ക് ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അച്ഛന്മാർ കുട്ടികളോട് കളിക്കുമ്പോൾ തോറ്റു കൊടുക്കും. അതുപോലെയുള്ളൂ ഭഗവാന്റെ തോൽവി. പക്ഷെ മൂടന്മാർക്കുണ്ടോ അറിയണോ? ഇത് അതുപോലെ നോക്കിക്കാണണം നമ്മൾ. ഭഗവാന്റെ തോൽവി എന്ന് പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ ഭൃത്യനായിട്ടുള്ള ആ വിജയനെ ജയിക്കാൻ അനുവദിക്കുകയാണ്. പോട്ടെ പാവം, അവനും ജയിച്ചു എന്ന് സന്തോഷിക്കട്ടെ, അവന് സന്തോഷം കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ തോറ്റുകൊടുക്കുന്നതാണ് ഇവിടെ. അച്ഛൻ മകന്റെ മുമ്പിൽ തോറ്റുകൊടുക്കും പോലെ, മുതിർന്നവർ താഴ്ന്നവർക്ക് തോറ്റുകൊടുക്കുന്നത് പോലെ. കളിയിൽ അങ്ങനെയൊക്കെ വേണം ഒരു രസത്തിന്, ആ കളിയുടെ സസ്പെൻസും ത്രില്ലും ഒക്കെ നിലനിർത്താൻ. അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കുക, 90 മിനിറ്റ് ആകുമ്പോഴേക്കും 95 ഗോളും അടിച്ചിട്ട് ഒരു ടീം ജയിച്ചു പോയാൽ എന്ത് കളി? അപ്പോൾ കളിയിൽ ഇത്തിരി ത്രില്ലൊക്കെ വേണം, ഒരു സസ്പെൻസൊക്കെ വേണം. തൻ്റെ എതിരാളി തനിക്ക് തുല്യം തന്നെയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കണം, തനിക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ ഭഗവാൻ തൻ്റെ ഗദയെ കയ്യിൽ നിന്ന് വിട്ടു. അതാണ് അവിടെ ഉണ്ടായത്. അവന്റെ ഗദാപ്രഹരം കൊണ്ട് ഭഗവാന്റെ ഗദ ഭൂമിയിൽ വീണു. അതാണ് ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഗാദാത് ഭൂമൗ ഝടിതി പതിതായാം അഹഭോ. അയ്യോ ആശ്ചര്യം ഗുരുവായൂരപ്പ, ഇതെന്താ ഇത്? അപ്പോഴോ ഭഗവാൻ എന്താ ചെയ്ത്? ഭഗവാൻ പേടിച്ചു വിറച്ചോ? അവിടുന്ന് ഓടിപ്പോയോ? കരഞ്ഞോ? എന്തെങ്കിലും ചെയ്തോ? മൃദുസ്മേരാസ്യസ്ത്വം. മേൽപ്പത്തൂർ ഇവിടുന്ന് കാണുന്നുണ്ട്. എങ്ങനെ? മൃദുസ്മേരാസ്യസ്ത്വം ത്വം മൃദുസ്മേരാസ്യ. നല്ല മൃദുവായിട്ട് സ്മേരം, മന്ദഹാസത്തോടുകൂടി നിൽക്കുകയാണ് ഭഗവാൻ.
നിരായുധനായിട്ട് നിൽക്കുമ്പോഴും ഭഗവാന്റെ ചിരിക്കൊരു കുറവില്ല എന്ന് പറയുക. മൃദുസ്മേരാസ്യസ്ത്വം, ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. മൃദുവായ സ്മേരാസ്യനായ അങ്ങ് പിന്നെന്ത് ചെയ്തു? അങ്ങയുടെ അടുത്ത ബ്രഹ്മാസ്ത്രം എന്താണത്? ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ. ധനുജകുല നിർമൂലന ചണം മഹാചക്രം. ഭഗവാന്റെ കയ്യിലുള്ള ചക്രം ഏതാണ്? സുദർശനം. ആ ചക്രത്തെ സ്മരിച്ചു എന്നാ പറയണം. ചക്രത്തെ സ്മരിച്ചപ്പോഴേക്കും ചക്രായുധം ഭഗവാന്റെ കയ്യിലെത്തി. അത് എങ്ങനെയുള്ളതാണ്? ധനുജകുല നിർമൂലന ചണം മഹാചക്രം. ആ ചക്രത്തെ വിശേഷിപ്പിച്ചതാണ് ധനുജകുല നിർമൂലന ചണം. ധനുജകുലങ്ങളെ, അസുരകുലങ്ങളെ നിർമൂലനം ചെയ്യുന്നതിൽ ചണം. ചണം എന്ന് പറഞ്ഞാൽ സമർത്ഥം എന്നർത്ഥമാണ്. നല്ല സാമർഥ്യമുള്ളത്, സ്മാർട്ടായിരിക്കുന്നത്, എക്സ്പേർട്ട് ആയിരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. ഏതൊരു സുദർശനത്തിനാണോ എത്രയോ ദൈത്യന്മാരെ കൊന്ന് പരിചയമുള്ളത്, നല്ല എക്സ്പീരിയൻസ് ഉള്ളത്, ആ സുദർശനത്തെ സ്മരിച്ചു അങ്ങ്. ധനുജകുല നിർമൂലന ചണം മഹാചക്രം. ആ മഹാചക്രം എന്ന സുദർശന ചക്രത്തെ സ്മൃത്വ, അതിനെ സ്മരിച്ചപ്പോൾ കരഭുവി ദധാനോ രുരുചിഷേ. കരഭുവി, അങ്ങയുടെ കരഭൂവിൽ എന്ന് പറഞ്ഞാല് അങ്ങയുടെ കരതലത്തിൽ ദദാനഹ ധരിക്കുന്നവനായിട്ട്. അപ്പൊ ഭഗവാന്റെ ആ ഹോളി ഡിസ്ക് ഭഗവാന്റെ കയ്യിലെത്തി. ഇനി ഡിസ്കസ് ത്രോ കളിക്കാൻ തീരുമാനിച്ചു. ഹാമർ ത്രോ മതിയാക്കി ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ ഡിസ്കസ് എത്തി. കരഭുവി ദദാനോ രുരുചിഷേ. രുരുചിഷേ, അങ്ങ് രോചിച്ചു, അങ്ങ് പ്രകാശിച്ചു, അങ്ങ് ശോഭിച്ചു. ആ സൂര്യ തേജസ്സുള്ളതായിട്ടുള്ള ആ സുദർശനം അങ്ങയുടെ കയ്യില് അങ്ങയെ കൂടുതൽ ഉജ്ജ്വലിപ്പിച്ചു, അങ്ങ് പ്രകാശിച്ചു. ആ മന്ദഹാസസ്മേര വദനനായി കയ്യിൽ സുദർശനവുമായി നിൽക്കുന്ന വരാഹമൂർത്തിയുടെ ആ ഒരു ചിത്രം നമ്മുടെ ഉള്ളിലൊക്കെ തെളിഞ്ഞു പ്രകാശിക്കട്ടെ. ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി തന്റെ ഭൃത്യനായ ദൈത്യനോട് കളിക്കുന്നതായിട്ടുള്ളൊരു രംഗം. മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുരുചിഷേ. ത്വം രുരുചിഷേ, അങ്ങ് രോചിച്ചു, അങ്ങ് പ്രകാശിച്ചു, അങ്ങ് അവിടെ നിന്ന് വിലസി. അപ്പോ എന്താ പറയുക, കളിയിൽ അടവുകൾ മാറ്റില്ലേ? ഫുട്ബോൾ കളിക്കാരാണെങ്കിലും ക്രിക്കറ്റ് കളിക്കാരാണെങ്കിലും ടെന്നീസ് കളിക്കാരാണെങ്കിലും അല്ലെ, കളി തോൽക്കണമെന്ന് തോന്നി അവരുടെ പുതിയ പുതിയ നമ്പറുകളൊക്കെ എടുക്കാൻ തുടങ്ങും, എയ്സ് പ്രയോഗിക്കാൻ തുടങ്ങും. ടെന്നീസ് കളിക്കാര് തിരിച്ച് അടിക്കാൻ പറ്റാത്തതായിട്ടുള്ള സർവീസിനാണ് എയ്സ് എന്ന് പറയുന്നത്. ആ എയ്സ് പ്രയോഗിച്ചാൽ അത് ബ്രഹ്മാസ്ത്രമാണ് ടെന്നീസിൽ. ക്രിക്കറ്റിൽ നല്ല യോർക്കറുകൾ ബൗൾ ചെയ്യുന്നത് പോലെ ഫുട്ബോളിൽ ഏതൊക്കെ രീതിയിലുള്ളതായിട്ടുള്ള കിക്കുകളുണ്ടോ, ബനാന കിക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ളതായിട്ടുള്ള റിവോൾവിങ് കിക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കുന്നത് പോലെ ഓരോ കളിയിലുണ്ടല്ലോ ബ്രഹ്മാസ്ത്രങ്ങൾ. അതുപോലെ ഇവിടെ ഈ കളിയിലും ഭഗവാൻ തൻ്റെ ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വ കരഭുവി ദധാനോ രുരുചിഷേ. ആ തൻ്റെ കയ്യിൽ ആ ഡിസ്കസുമായിട്ട് ഭഗവാൻ നിന്നു, ശോഭിച്ചു. കളി തുടരുകയാണ്. തദശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത്കലിത ചക്ര കരകലിത ചക്ര പ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുതൻ ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരേ. തദശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത്കരകലിത ചക്ര പ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുതൻ ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരീ. അപ്പൊ ഭഗവാൻ ആയുധം മാറ്റിയപ്പോ അവനും ആയുധം മാറ്റി അല്ലെ. ഭഗവാന്റെ ഗത വീണുപോയി. ഭഗവാൻ സുദർശനം എടുത്തപ്പോൾ
അവൻ അവൻ്റെ ഗദയെ കളഞ്ഞിട്ട് ഒരു ശൂലം എടുത്തു. അതാണ് തതഹ അനന്തരം ശൂലം. എങ്ങനെയുള്ള ശൂലം? കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി. ആ ദൈത്യൻ എങ്ങനെ നിൽക്കുന്നു? കാലപ്രതിമ ഋഷി, കാലന് തുല്യമായിട്ടുള്ള രോഷത്തോടു കൂടിയവനായിട്ടുള്ള ദൈത്യൻ. കാലന് തൻ്റെ പ്രയോഗം വിഫലമായാൽ സഹിക്കുമോ? ഇപ്പൊ യമൻ നമ്മളെ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ യമന്റെ കയ്യിൽ നിന്ന് തപ്പിച്ചാൽ യമന് സഹിക്കുമോ? കാരണം അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അദ്ദേഹം കാര്യം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിനൊരു സെക്കൻഡ് അറ്റംപ്റ്റ് വേണ്ടി വരാറില്ല. അതാണ് കാലന്റെ പ്രവൃത്തി. ടൈമിംഗ് ആണ് അദ്ദേഹത്തിന്റെ. കൃത്യമായിട്ടുള്ള സമയത്ത് അദ്ദേഹം പ്രയോഗിക്കും. അപ്പോൾ ഒരിക്കലും പരാജയപ്പെടാത്ത ശക്തിയുള്ളവനാണ് കാലൻ. ആ കാലൻ ഒരിക്കൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ക്രോധം എങ്ങനെയായിരിക്കും? അതുപോലെ കാലനെ പോലെ ക്രോധിച്ചു നിൽക്കുന്നവനായ ദൈത്യൻ ശൂലം വിസൃജതി സതി. ആ ശൂലത്തെ ഭഗവാന്റെ നേരെ വിസർജിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാന് നേരെ പ്രക്ഷേപിക്കുമ്പോൾ തദശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി. ഇവിടെ സതി സപ്തമിയാണ്. കാലപ്രതിമ ഋഷി ദൈത്യേ ശൂലം വിസർജതി സതി. കാലപ്രതിമനായിട്ട് രോഷത്തോടുകൂടിയവനായിട്ട് കാലതുല്യനായി കോപിച്ചു നിൽക്കുന്നവനായ ദൈത്യൻ ശൂലത്തെ അങ്ങയുടെ നേരെ പ്രയോഗിച്ചപ്പോൾ ത്വയി ചിന്തതി ഏനത് ത്വയി ചിന്തതി സതി. ഏനത് ഏനത് എന്ന് പറഞ്ഞാൽ അതിനെ, ആ ശൂലത്തെ ത്വയി ചിന്തതി സതി അങ്ങ് ഛേദിച്ചു കളഞ്ഞു. എങ്ങനെ? കരകലിത ചക്രപ്രഹരണാത്, കയ്യിൽ ചേർന്നിരുന്നതായിട്ടുള്ള ചക്രം ആ ശൂലത്തിന്റെ നേരെ പ്രഹരിച്ചു. ഇപ്പൊ ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്ന ചക്രം കൊണ്ട് ശൂലത്തിന് നേരെ പ്രയോഗിച്ചുകൊണ്ട് ആ ശൂലത്തെ ഛേദിച്ചു കളഞ്ഞു ഭഗവാൻ. ത്വയിച്ചിന്തത്യേന കരകലിത ചക്രപ്രഹരണാത്. അങ്ങനെ തന്റെ ആയുധം വിഫലമായപ്പോൾ ഒന്നുകൂടെ കോപിച്ചു. ആര്? സമാരുഷ്ട. സമാരുഷ്ടനായിട്ട്, സമ്യക് ആരുഷ്ടനായിട്ട്, വർദ്ധിച്ച രോഷത്തോടു കൂടിയവനായ ആ ദൈത്യൻ മുഷ്ടിയ, തന്റെ കൈമുഷ്ടികളെ കൊണ്ട്, ആയുധങ്ങളൊന്നും വേണ്ട, ഒലയ്ക്ക പോലെയുള്ള അവന്റെ കൈമുഷ്ടികളെ കൊണ്ട് മുഷ്ടിയ സകലു വിദുതൻ ത്വാം സമതനോത്. അവൻ അങ്ങയെ ത്വാം വിതുതൻ, വിതുതൻ എന്ന് പറഞ്ഞാൽ തുതിക്കുക, തുതനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക. അപ്പൊ അങ്ങയെ മുഷ്ടി ചുരുട്ടി ഇടിച്ച് വല്ലാതെ വേദനപ്പെടുത്തി. സമാരുഷ്ട ത്വാം മുഷ്ട്യാ വിതുതൻ. പിന്നെന്ത് ചെയ്തു? സമതനോത്, മായാഹ സമതനോത് എന്നാണ്. മായകളെ സന്താനം ചെയ്തു, വിസ്തരിച്ചു. സമ്യക്കായി ആതനോത് എന്നാണ്. തനു വിസ്താരെ, മായാപ്രയോഗങ്ങളെ വിസ്തരിച്ച് ചെയ്തു. ആരുടെ നേരെ? ഗളന്മായേ ത്വയി. ഗളന്മായേ എന്ന് പറഞ്ഞാല് ആരുടെ അടുത്തേക്ക് മായ അടുക്കില്ലയോ, ആരുടെ അടുത്തേക്ക് മായയ്ക്ക് പ്രവേശനമില്ലയോ, മായ ഗളിക്കും. ഭഗവാന്റെ അടുത്തെത്തിയാൽ മായയ്ക്ക് തിരിച്ചു പോകേണ്ടി വരും. മായ ഒരിക്കലും ബാധിക്കാൻ പറ്റില്ല. ഇരുട്ടിന് പ്രകാശത്തെ ബാധിക്കാൻ പറ്റുമോ? ഇരുട്ടിന് വെളിച്ചത്തെ ബാധിക്കാൻ പറ്റുമോ? അതുപോലെ ഭഗവാന്റെ അടുത്തേക്ക് ഒരു മായയും ഏശുകയില്ല. അങ്ങനെ മായ ഏശാത്തവനായ അങ്ങയുടെ നേർക്ക്, മായാനാഥനായ അങ്ങയുടെ നേർക്ക് ഇവൻ എന്ത് ചെയ്തു? ജഗന്മോഹനകരീഹി മായാഹ സമതനോത് കില. ജഗന്മോഹനകരികളായ മായകളെ അങ്ങയുടെ നേർക്ക് പ്രയോഗിച്ചു അത്രേ. മായാനാഥനായ അങ്ങയുടെ നേർക്ക് ഇവൻ അവന്റെ മായകളെ പ്രയോഗിച്ചു. ഏതുപോലെ? കൊല്ലന്റെ അലയിൽ സൂചി വിൽക്കാൻ പോയ പോലെ, അല്ലേ? ഭഗവാനാണ് ഈ ലോകത്തിന്റെ മൊത്തം മായാവി. തന്റെ മായ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ അടുത്ത് നിസ്സാരമായിട്ടൊരു മായയുമായിട്ട് ഭഗവാനെ കീഴ്പ്പെടുത്താൻ ചെന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഗളന്മായേ ത്വയി സഹ ജഗന്മോഹനകരീഹി മായാഹ സമതനോത്. അവന്റെ മായകൾ വേണമെങ്കിൽ ജഗത്തിനെയൊക്കെ മോഹിപ്പിക്കുന്നതായിരിക്കും. മറ്റുള്ളവരൊക്കെ ഭ്രമിച്ചു എന്ന് വരും, ദേവന്മാരും ഭ്രമിച്ചു എന്ന് വരും, മറ്റുള്ളവരൊക്കെ ഭ്രമിച്ചു എന്ന് വരും. പക്ഷെ അങ്ങയെ ബാധിക്കുകയില്ല ഒരിക്കലും, അല്ലേ?
മേഘങ്ങൾക്ക് വേണമെങ്കിൽ ഭൂമിയിലുള്ള ആളുകളെയൊക്കെ മറയ്ക്കാം, ഇരുട്ടാക്കാം. സൂര്യനെ മറയ്ക്കാൻ മേഘങ്ങൾക്കാവില്ല. കാരണം മേഘങ്ങൾ ഉണ്ടാവുന്നത് തന്നെ സൂര്യന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുപോലെ ഇവിടെ ഇവന്റെ മായകളൊന്നും ലോകത്തിനെ ബാധിക്കുമായിരിക്കും. ജഗന്മായകളാണ്, ജഗന്മോഹനകരികളാണ്. പക്ഷേ അങ്ങയുടെ അടുത്തേക്കൊന്നും അതൊന്നും ഏശാൻ പോകുന്നില്ല, വിലപ്പോവാൻ പോകുന്നില്ല. അങ്ങനെയുള്ള അങ്ങയുടെ നേരെ അവൻ മായകളെ പ്രയോഗിച്ചു. അത്രേ പാവം. ഭഗവാൻ അതൊക്കെ അനുവദിച്ചു കൊടുക്കും കളിക്കാനായിക്കൊണ്ട്. തദശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത്കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുധൻ ത്വാം സമതനോത് ഗളന്മായേ മായാഃ ത്വയി കില ജഗന്മോഹനകരീഃ ഭവച്ഛക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ തതോ മായാചക്രേ വിതത ഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർ മുഷ്ടിപ്രഹൃതിഭിർ അഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഃ ഭവച്ഛക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ തതോ മായാചക്രേ വിതത ഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭ അഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഃ. അപ്പൊ ഇവൻ മായകളെ പ്രയോഗിച്ചപ്പോൾ ആ മായ വല്ലതും ഭഗവാന്റെ അടുത്തേക്ക് വരുമോ? എന്തു സംഭവിച്ചു മായയ്ക്ക്? ഭവച്ഛക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ തതോ മായാചക്രേ. അവന്റെ മായാചക്രം, മായാചക്രം എന്നാൽ മായയുടെ കൂട്ടം, മായകളെല്ലാം, അസുരന്റെ മായകളെല്ലാം, ആ മായാ സമൂഹങ്ങളെല്ലാം, ചക്രം എന്നാൽ സമൂഹം, കൂട്ടം എന്നൊക്കെ അർത്ഥം. ആ മായാക്കൂട്ടങ്ങളെല്ലാം എന്തുപറ്റി? ഭവൽ ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ സതി. അങ്ങയുടെ ഭവാന്റെ ചക്രത്തിന്റെ, സുദർശന ചക്രത്തിന്റെ ജ്യോതിസിന്റെ കണലവനിപാതേന, ആ സൂര്യ തേജസ്സോടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സുദർശന ചക്രത്തിന്റെ കണലവനിപാതേന, ചെറിയൊരു പ്രകാശ കിരണം കൊണ്ട് തന്നെ അവന്റെ മായകളെല്ലാം വിദുദേ സതി, വിശേഷേണ ധൂനനം ചെയ്യപ്പെട്ടപ്പോൾ, അകറ്റിക്കളയപ്പെട്ടപ്പോൾ, പറന്നു പോയപ്പോൾ, നശിപ്പിച്ചപ്പോൾ എന്നൊക്കെ അർത്ഥം. വിദുദേ, വിദുദേ സതി. സതി സപ്തമിയാണ്. തുടർച്ചയായിട്ട് സതിസപ്തമി എന്ന പ്രയോഗം മേൽപ്പത്തൂർ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക, വ്യാകരണ സാമർഥ്യമാണ് ഇതൊക്കെ. വ്യാകരണ പണ്ഡിതനാണ് അദ്ദേഹം. അതിൻ്റെ ആ ഒരു പ്രകടനങ്ങളൊക്കെ ഇതിൽ കാണാം. അതും അദ്ദേഹം സംസ്കൃത ഭാഷയെ വല്ല മലയാളം പോലെയാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശുദ്ധ മലയാള ഭാഷ തന്നെയാണ്. ആ മലയാളത്തിൻ്റെ ശൈലിയിലാണ് അതിൻ്റെ അന്വയ പ്രയോഗം, അതിൻ്റെ ഒഴുക്ക്. യാതൊരു സംശയമില്ല. അത് രണ്ടും ആസ്വദിക്കാൻ അറിയുന്നവർക്ക് അത് മലയാളം പോലെ തന്നെയാണ്. മേൽപ്പത്തൂരിൻ്റെ ഒരു സാമർഥ്യം തന്നെയാണ് ഈ സംസ്കൃത ഭാഷയെ ഇങ്ങനെ വെള്ളം പോലെ ആക്കിയെടുക്കാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സംസ്കൃത ഭാഷ ഇങ്ങനെ ഉരുകി ഒലിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പെർട്ടൈസ്, അതിൻ്റെ മുമ്പിൽ സംസ്കൃത ഭാഷ ഒന്നുമല്ല, സിമ്പിളായിട്ട് ഒഴുകണമെന്നർത്ഥം, ഒരു പ്രവാഹമായിട്ട്. ആ ഒരു പ്രയോഗങ്ങളാണ് ഇതിൽ ആസ്വദിക്കാനുള്ളത്. അപ്പോൾ വലിയ വലിയ ദീർഘപദങ്ങളാണെങ്കിലും അതൊന്നും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടാ അനുഭവം. ഭവച്ഛക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ തതോ മായാചക്രേ. അവന്റെ മായാചക്രങ്ങൾ, മായാസമൂഹങ്ങൾ അങ്ങയുടെ കയ്യിലുള്ള ചക്രത്തിന്റെ, സുദർശനം എന്ന ചക്രത്തിന്റെ ജ്യോതിഷ്കണങ്ങളുടെ ലവം കൊണ്ട് തന്നെ നശിപ്പിക്കപ്പെട്ടപ്പോൾ, അല്ലേ, അതും ഒരു ചക്രം, ഇതും ഒരു ചക്രം. അവന്റെ കയ്യിലുള്ള മായാചക്രങ്ങൾ, ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രങ്ങൾ, ഇത് തമ്മിലൊരു മത്സരമാണ്, അല്ലേ?
ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രവും അവൻ്റെ കയ്യിലുള്ള മായാചക്രങ്ങളും തമ്മിലുള്ളതായിട്ടുള്ളൊരു കളി. ഈ സുദർശന ചക്രത്തിൻ്റെ മുമ്പിൽ അവൻ്റെ മായാചക്രങ്ങളൊക്കെ നിസാരമായി നശിച്ചുപോയി, മടങ്ങിപ്പോയി, വന്നപാടെ മടങ്ങിപ്പോയി. അങ്ങനെ തതഹ അപ്പോൾ എന്തുണ്ടായി? വിതത ഗണരോഷാന്ത മനസം. ആ അസുരനെ വർണ്ണിച്ചതാണ്. വിതത ഗണരോഷാന്ത മനസം. വിതത ഗണ രോഷാന്ത മനസം. വിതതം എന്ന് പറഞ്ഞാൽ വിസ്താരമേറിയത് എന്നർത്ഥമാണ്. വിതതം വിശേഷേണ തതം, വിസ്താരമേറിയതായിട്ടുള്ള ഘനരോഷം, വർദ്ധിച്ച രോഷം എന്ന് വെച്ചാൽ അവൻ്റെ രോഷത്തിൻ്റെ ആഴത്തെയും പരപ്പിനെയും ഭാരത്തെയും സൂചിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ വിതതം എന്നുള്ളതിന് മറ്റൊരർത്ഥവും കൂടി ഉണ്ട്. അവൻ്റെ പ്രയത്നം വിഫലമായതിൽ എന്നൊരർത്ഥവും കൂടി വരും. പ്രവൃത്തി വിതതമായി, വിതതമാവുക എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ആയില്ല എന്നർത്ഥം. പക്ഷെ ഇവിടെ തകാരം മറ്റേ ധകാരം വന്നാലാണ് വിതതം. രണ്ടാമത്തെ തകാരം വന്നാൽ വ്യർത്ഥമായി. ഇപ്പോൾ ഇവിടെ വിതതം വിസ്തരിച്ചത് തന്നെയാണ് അർത്ഥം. അപ്പോൾ വിസ്തൃതമായിട്ടുള്ള ഘനരോഷാന്ത മനസം, വർദ്ധിച്ചതായിട്ടുള്ള രോഷം കൊണ്ട് അന്ധമനസ്സനായിട്ടുള്ള ആ അസുരനെ എന്നർത്ഥം. വിതത ഘനരോഷാന്ത മനസം അസുരം. അവൻ എന്ത് ചെയ്തു? ഗരിഷ്ഠാബിർ മുഷ്ടി പ്രഹൃതിബിരഭിഘ്നന്തം. ഗുരുവായൂരപ്പനെ അവൻ മുഷ്ടികളെ കൊണ്ട് ഇടിക്കുകയാണ്. അവൻ്റെ മായൊന്നും വലിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഗരിഷ്ഠാഭിഹി, ഗരിഷ്ഠങ്ങൾ നല്ല ഗുരുതരങ്ങളായത്, വലുത് എന്നർത്ഥം. ഏറ്റവും വലുതായിരിക്കുന്ന മുഷ്ടിപ്രഹൃതിഭിഹി, അവൻ്റെ മുഷ്ടിപ്രഹരങ്ങളെ കൊണ്ട് അഭിഘ്നന്തം, ഭഗവാന്റെ നേർക്ക് വന്ന് ഇടിക്കുകയാണ് ഭഗവാനെ. അങ്ങനെയുള്ള ഘനരോഷാന്തൻ മനസ്സുമായിരിക്കുന്ന അസുരം. അപ്പോൾ കൊച്ചുകുട്ടി ദേഷ്യം വന്നാൽ അച്ഛൻ്റെ മാറത്ത് ഇടിക്കും പോലെ ഭഗവാൻ അതൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. ഭഗവാൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വാത്സല്യത്തോടുകൂടി തൻ്റെ ഉണ്ണിയെ പോലെ ഇരിക്കുന്ന ഈ വിജയൻ്റെ ഇടിയെ, ഈ ഹിരണ്യാക്ഷൻ്റെ ഇടിയൊക്കെ ഭഗവാന് കൂളായിട്ട് സ്വീകരിക്കുകയാണ്. ഭഗവാൻ എല്ലാം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വാശി തീർക്കോളം, അവൻ്റെ ദേഷ്യം തീർക്കോളം അവൻ ഭഗവാന്റെ മാറത്തിടിക്കാൻ ഭഗവാൻ അനുവദിച്ചു കൊടുക്കുന്നു. അതാണ് ഇവിടുത്തെ കാണേണ്ടത്. അവൻ്റെ വാസന തീർക്കണ്ടേ, അവനെ വേഗം തൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണ്ടേ. എവിടേക്ക്? വൈകുണ്ഠത്തിലേക്ക്. അവന് 3 ജന്മമേ അവസരം കൊടുത്തിട്ടുള്ളൂ. ആ 3 ജന്മം കൊണ്ട് അവൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരണം. ആ പുറത്തേക്ക് വരാനുള്ള അവസരമായിട്ട് അവനെ ഇടിക്കാൻ, അവൻ്റെ രോഷം തീർക്കാൻ ഭഗവാൻ നിന്നു കൊടുക്കുന്നു. അങ്ങനെ അവൻ്റെ ഗരിഷ്ഠാഭിഹി മുഷ്ടി പ്രഹൃതിഭിഹി അഭിഘ്നന്തമസുരം. പിന്നെ ഭഗവാൻ കളി മതിയാക്കാൻ തീരുമാനിച്ചു. മതി, ഈ ജന്മത്തിൽ ഇത്ര കളിച്ചാൽ മതി, ഇനി നാളെ നോക്കാൻ കളി എന്ന് പറയും പോലെ അടുത്ത ജന്മത്തിൽ നോക്കാം, ഇനി രാവണനായിട്ട് വാ, അപ്പൊ നമുക്ക് കളിക്കാം. രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ. രാമരാവണ യുദ്ധം രാമരാവണ യുദ്ധത്തിന് മാത്രം സമാനം എന്ന് ലോകം കവികൾ എഴുതി പാടും. അതിനും ഒരവസരം വേണ്ട. ഇപ്പൊ തന്നെ എല്ലാം തീർത്താൽ രാവണൻ മോശക്കാരനായി പോവില്ലേ? അപ്പൊ കുറച്ച് ആയുധങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അടുത്ത ജന്മത്തിൽ നോക്കാം എന്ന് പറയും പോലെ ഭഗവാൻ അവസരം, നല്ലോണം കളിക്കാൻ അവസരം കൊടുത്തു. ഇനി അടുത്ത കളിയിൽ കാണാം എന്ന് പറയും പോലെ ഭഗവാൻ നിർത്താൻ തീരുമാനിച്ചു. അതാണ് ഇവൻ കുറെ ഇടി കഴിഞ്ഞപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു. സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഹി. സ്വപാദാങ്കുഷ്ടേന, തൻ്റെ പാദത്തിൻ്റെ അങ്കുഷ്ടം കൊണ്ട്. ഇവിടെ അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ പന്നിക്ക് വിരലുകളൊന്നുമില്ല അല്ലേ? കാട്ടുപന്നിയുടെ രൂപത്തിലാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കയ്യും കാലും ഒന്ന് തന്നെയാണ്. പന്നിയെ പറഞ്ഞാൽ നാൽക്കാലിയാണല്ലോ. അതുകൊണ്ട് ഭാഗവതത്തില് കരാഗ്രേണ സ്വേന എന്നാ പറഞ്ഞിരിക്കണം. തൻ്റെ കരാഗ്രം കൊണ്ട് ശ്രവണപഥത്തിലേക്ക്, മൂലത്തിലേക്ക് അടിച്ചു എന്നാണ്, പ്രഹരിച്ചു എന്നാണ് ഭാഗവതം. മേൽപ്പത്തൂർ അതിനെ പാദാങ്കുഷ്ടേന എന്നാക്കി മാറ്റി, കാലിൻ്റെ പെരുവിരൽ കൊണ്ട് നാക്കി. കുഴപ്പമൊന്നുമില്ല, കാരണം വരാഹമൂർത്തി ആയതുകൊണ്ട് കയ്യും കാലും ഒക്കെ ഒന്ന് തന്നെ. മുൻകാലുകൾ മുൻകൈകൾ രണ്ടും കയ്യും കാലും ഒന്ന് തന്നെ. അപ്പൊ പാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ, ശ്രവണം ചെവി,
ചെവി നിൽക്കുന്നതിന്റെ മൂലത്തില്, ചെവി കുറ്റിക്ക് നോക്കിയിട്ട് എന്നർത്ഥം. കർണമൂലത്തില് കൊടുത്തു അടിന്ന്, കരേണ കർണമൂലേ അഹന്ന് എന്നാണ്. കർണമൂലത്തിൽ ചെവിക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തു. നിരവധീഹി, നിരവധീഹി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒരു പ്രയോഗം ചെയ്തു, ഒരു ഒറ്റ വീക്കി എന്നാണ് അർത്ഥം. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തതോ മായാചക്രേ വിതതഗണരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിർ അഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഹി. അടിക്കേണ്ടടുത്ത് തന്നെ ഭഗവാൻ അടിച്ചു, മർമ്മത്തിൽ തന്നെ അടിച്ചു എന്നർത്ഥം അല്ലേ. ചെവിക്കുറ്റിക്ക് തന്നെയാ കൊടുക്കേണ്ടത്. അജ്ഞാനം കട്ട പിടിച്ച് കിടക്കുന്നത് ചെവിയിലാണേ അല്ലേ. കർണമലമായിട്ട് കിടക്കുകയാണ്. ആ കർണമലമൊക്കെ ഇളക്കണമെങ്കിൽ ചെവിക്കുറ്റിക്ക് ഒരു അടി കൊടുത്താൽ ഉള്ളിലുള്ള മലമൊക്കെ ഇളകിപ്പോകും എന്ന് പറയുക. അപ്പൊ അജ്ഞാനത്തിന്റെ സ്ഥാനം കൂടിയാണ് ചെവി. ഇതുവരെ വേണ്ടാത്തതൊക്കെ കേട്ട് ആ ചെവി അടഞ്ഞു കിടക്കുക. അതാണ് അസുര സ്വഭാവം. അപ്പൊ കർണമൂലത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള അജ്ഞാനത്തിനൊരു പ്രഹരം കൊടുത്തു ഭഗവാന്റെ കൈകളെ കൊണ്ട് എന്ന് തന്നെയാണ് അതിന്റെ തത്വം. അപ്പൊ എന്തായാലും കരാഗ്രം കൊണ്ടാണെങ്കിലും പാദാഗ്രം കൊണ്ടാണെങ്കിലും ഭഗവാൻ ഒരു പ്രഹരം ചെയ്തു അവന്റെ കർണമൂലത്തില്. മഹാകായ സോയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദ് അപദത് ഋഷിഭിശ്ലാഘിതഹതി തദാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാഃ മുനീന്ദ്രാ സാന്ദ്രാഭിസ്തുതിഭിരനുവൻ അദ്വരതനും. മഹാകായ സോയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദ് അപദത് ഋഷിഭിശ്ലാഘിതഹതി തദാ ത്വാം ഉദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാഃ മുനീന്ദ്രാഃ സാന്ദ്രാഭിസ്തുതിഭിർ അനുവൻ അദ്വരതനും. മഹാകായ സോയം സഹ അയം മഹാകായ. ആ അവൻ ആരാണവൻ? മഹാകായൻ, വലിയ ശരീരത്തോടു കൂടിയതായിട്ടുള്ള പർവ്വതം പോലെയുള്ള ശരീരത്തോടു കൂടിയവനായിട്ടുള്ള ആ ഹിരണ്യാക്ഷൻ മോശക്കാരനല്ല. മഹാകായൻ, വലിയ ശരീരത്തോടു കൂടിയതായിട്ടുള്ള ഹിരണ്യാക്ഷൻ. സോയം മഹാകായ തവ ചരണപാദ പ്രമദിത. അങ്ങയുടെ ചരണപാദം കൊണ്ട്, അങ്ങയുടെ ചരണം കൊണ്ടുള്ള, അങ്ങയുടെ പാദം കൊണ്ടുള്ളതായിട്ടുള്ള പാദം എന്ന് പറഞ്ഞാൽ പ്രഹരം. ആ പ്രഹരം കൊണ്ട് പ്രമദിത, പ്രമദിത പ്രകർഷേണ മദിത, മഥനം ചെയ്യപ്പെട്ടു. തൈര് കടയും പോലെ അടിച്ചോട്ടക്കപ്പെട്ടു അല്ലേ. തക്കാളി ഉടയ്ക്കും പോലെ, മുട്ടായി ഉടയ്ക്കും പോലെയൊക്കെ അവൻ ചതയ്ക്കപ്പെട്ടു, മഥനം ചെയ്യപ്പെട്ടു എന്നർത്ഥം. അടി കൊണ്ടതും അവൻ മഥനം ചെയ്യപ്പെട്ടു. മദിത പ്രമദിത തവ ചരണപാദ പ്രമദിത. ചതഞ്ഞരഞ്ഞവനായി ഭഗവാന്റെ കൈകൊണ്ടുള്ള അടി കൊണ്ടതായിട്ടുള്ള സമയത്ത്. ഗളദ് രക്തോ വക്ത്രാത്, വക്ത്രാത് അവന്റെ വായിൽ നിന്ന്. ഗളദ് രക്ത, രക്തം ഗളിക്കുന്നവനായിട്ട്, വായിൽ നിന്ന് രക്തം ഛർദിക്കുന്നവനായിട്ട്. അപദത് ഭൂമിയിൽ പതിച്ചു, രക്തം വമിച്ചുകൊണ്ട്, രക്തം ഛർദിച്ചുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് വീണു. ആ സമയത്ത് ഋഷിഭിഹി ശ്ലാഘിത ഹതിഹി. ഗുരുവായൂരപ്പ, ആകാശത്തുള്ള ഋഷികളാൽ ശ്ലാഘിക്കപ്പെട്ടു ആ ഹനന പ്രക്രിയ. ഹതിഹി എന്ന് പറഞ്ഞാൽ ഹനനം. അപ്പോൾ ആ ദുഷ്ടനിഗ്രഹം, അസുരനെ കൊന്നതായിട്ടുള്ള ആ പ്രവൃത്തി, ഭഗവാനാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ആ ഹനന പ്രക്രിയ ഋഷിമുനിമാരാൽ ആകാശത്തുനിന്ന് സ്തുതിക്കപ്പെട്ടു, ശ്ലാഘനം ചെയ്യപ്പെട്ടു. ഋഷിഭിശ്ലാഘിത ഹതിഹി തദാ ത്വാം ഉദ്ദാമ പ്രമദഭര വിദ്യോതിഹൃദയാഃ മുനീന്ദ്രാഃ സാന്ദ്രാഭിസ്തുതിഭിർ അനുവൻ അദ്വരതനും. അവർ ഭഗവാനെ സ്തുതിച്ചു. ഭേഷ് ഭേഷ്, സാധു സാധു, ഗംഭീരം ഗംഭീരം, ഭഗവാന് ജയ് ജയ് എന്നൊക്കെ വിളിച്ച് അവർ ആദ്യം ഭഗവാനെ പൊതുവായി സ്തുതിച്ചു.
അതിനുശേഷം തഥാ അപ്പോൾ തന്നെ ത്വാം അങ്ങയെ ഉദ്ദാമ പ്രമദപര വിദ്യോതി ഹൃദയാഹ മുനീന്ദ്രാഹ മുനീന്ദ്രാഹ ആകാശത്ത് നിൽക്കുന്ന പ്രജാപതിമാരും മുനിമാരുമെല്ലാം ദേവന്മാരുമൊക്കെ തന്നെ എന്ന് പറയാം. അവരുടെ ഉള്ളില് ഉദ്ദാമ അടക്കമില്ലാതെ വർദ്ധിച്ചു വന്നതായിട്ടുള്ള, ദാമമില്ലാത്തത് ദമമില്ലാത്തതൊക്കെ ഉദ്ദാമം വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള പ്രമദപരം ആനന്ദഭാരം, വർദ്ധിച്ച സന്തോഷം, അവരുടെ ആഹ്ലാദം. അതുകൊണ്ട് വിദ്യോതി ഹൃദയാഹ പ്രകാശിച്ച ഹൃദയത്തോടുകൂടി, ഉള്ളു തെളിഞ്ഞ ഹൃദയത്തോടുകൂടി അവരായിട്ടുള്ള മുനീന്ദ്രാഹ സന്തോഷാധിക്യം കൊണ്ട് പ്രകാശിച്ച തെളിഞ്ഞ ഹൃദയത്തോടുകൂടി അവരായ മുനീന്ദ്രന്മാർ സാന്ദ്രാഭിസ്തുതിഭിഹി അതിസാന്ദ്രങ്ങളായ, സാന്ദ്രമെന്നാൽ അർത്ഥഗർഭങ്ങളായ, ഘനീഭവിച്ച വാക്കുകളെ കൊണ്ട്, അർത്ഥഗർഭങ്ങളായ വാക്കുകളെ കൊണ്ട് സാന്ദ്രാഭിസ്തുതിഭിഹി ഈ സ്തുതികളെ എടുത്ത് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത്ര അർത്ഥഗർഭങ്ങളാണ് സ്തുതികൾ. സാന്ദ്രാഭിസ്തുതിഭിഹി അനുവന്ന് എന്ന് പറഞ്ഞാൽ നുതിയെ ചെയ്തു, സ്തുതിയെ ചെയ്തു. ആര്? മുനീന്ദ്രന്മാര്. ആരെ? അങ്ങയെ. എങ്ങനെയുള്ള അങ്ങയെ? അധ്വരതനും. അധ്വരം എന്നാൽ യാഗം, യജ്ഞം എന്നൊക്കെ അർത്ഥം. തനു എന്നാൽ മൂർത്തി. അപ്പൊ ആരെ സ്തുതിച്ചു? യജ്ഞമൂർത്തിയായ അങ്ങയെ സ്തുതിച്ചു. വരാഹമൂർത്തിയായ അങ്ങയെയല്ല, യജ്ഞമൂർത്തിയായ വരാഹമൂർത്തിയാണെങ്കിലും യജ്ഞമൂർത്തിയാണ് അങ്ങ്. ആ യജ്ഞസ്വരൂപനായ അങ്ങയെ സ്തുതിച്ചു ഗംഭീരങ്ങളായ സ്തുതികളെ കൊണ്ട്. മുനീന്ദ്രാഹ സാന്ദ്രാഭിസ്തുതിഭിഹി അനുവന്ന് അധ്വരതനും. അധ്വരതനുവായ യജ്ഞമൂർത്തിയായ അങ്ങയെ അനുവന്ന് നുതിയെ ചെയ്തു എന്നാണ് അർത്ഥം. മഹാകായസോയം തവ ചരണപാദ പ്രമദിതോ ഗളദ്രക്തോ വക്ത്രാത് അപദത് ഋഷിഭിശ്ലാഘിതഹതിഃ തദാ ത്വാം ഉദ്ദാമ പ്രമദഭര വിദ്യോതി ഹൃദയാഃ മുനീന്ദ്രാഃ സാന്ദ്രാഭി സ്തുതിഭിരനുവന്നധ്വരതനും. ഇവിടെ എന്താ പറയുക, ഋഷിഭി ശ്ലാഘിത ഹതി എന്നുള്ളത് ഹിരണ്യാക്ഷന്റെ വിശേഷണമായിട്ട് തന്നെയാണ്. ഹിരണ്യാക്ഷനെ വിശേഷിപ്പിച്ചതാണത്. എന്താണ്? ഋഷികൾ ശ്ലാഘിച്ചു അവന്റെ ഹതിയെ, അവന്റെ വധത്തെ. ഭാഗ്യവാൻ 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 എന്ന്. എന്താ കാരണം? ഭഗവാന്റെ കൈകൊണ്ട് മരണം സംഭവിച്ചവൻ. അതാണ് ഇവിടുത്തെ ശ്ലാഘനം. ആ ഹതി, ആ ഹനനം, ആ വധം ആർക്ക് കിട്ടി? ഹിരണ്യാക്ഷന് കിട്ടി. ആരുടെ കൈകൊണ്ട്? ഭഗവാന്റെ കൈകൊണ്ട്. അത് ശ്ലാഘിക്കത്തക്കതല്ലേ? അടി കൊള്ളുകയാണെങ്കിൽ മോതിരൂട്ട കൈകൊണ്ട് കൊള്ളണം എന്ന് പറയും. എന്നതുപോലെ ഇവിടെ വധിക്കപ്പെട്ടത് ആരോടുമല്ല, നിസ്സാരന്മാരോടൊന്നുമല്ല, ഭഗവാന്റെ കൈകൊണ്ടാ. സർവശക്തനായ ഭഗവാന്റെ കൈകൊണ്ടാ മരിച്ചത്. കേമനാടാ നീ, മോശക്കാരനല്ല. നിനക്ക് ബ്രേവറി അവാർഡുകളൊക്കെ തന്നിരിക്കണു. നീ ഭഗവാനെ വെല്ലുവിളിച്ച് ഒപ്പത്തിനൊപ്പം യുദ്ധം ചെയ്ത് നിന്റെ ശക്തി തെളിയിച്ചവനാണ്. നീ മോശക്കാരനല്ല എന്ന മട്ടില് അവന്റെ വധത്തെ പോലും ഋഷിമാർ ശ്ലാഘിച്ചു. ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് എന്നും കൂടി അവിടെ അർത്ഥം. ഋഷിഭി ശ്ലാഘിത ഹതിഹി, അത് പ്രഥമ ഏകവചനമായതുകൊണ്ട് ഇവിടെ ഈ ശ്ലോകത്തിൽ പ്രഥമ ആയിട്ടുള്ളത് ആകെ ആ ദൈത്യൻ മാത്രമേ ഉള്ളൂ. മഹാകായനും ചരണപാദ പ്രമദിതനും ഗളദ് രക്തനും ആയിട്ടുള്ള ഒരാളെ ഉള്ളൂ അവിടെ. അത് പ്രഥമ ഏകവചനം, അവനേ ഉള്ളൂ. അതിനോട് മാത്രമേ ഇതിനെ അന്വയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവന്റെ ഹനനമാണ് ശ്ലാഘിക്കപ്പെട്ടത്, അവന്റെ വധം ശ്ലാഘിക്കപ്പെട്ടു. ശ്രേഷ്ഠമായ വധം. പാണ്ടിലോറി ഇടിച്ചിട്ടൊന്നുമല്ല അവൻ മരിച്ചത്, നായ കടിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും വഴിക്ക് വീണ് ചത്തുപോയതൊന്നുമല്ല. വെറും ചാവൊന്നുമല്ല അവന്റെ ചാവ്, ഭഗവാന്റെ കൈകൊണ്ടുണ്ടായ മരണം. അത് ശ്ലാഘിക്കത്തക്ക തന്നെയാണ്. വീരമൃത്യുവാണ് അവൻ മരിച്ചത്, അല്ലേ? അപ്പൊ ബ്രാവോ എന്ന് തന്നെ അവനെ പറയാം. മിടുക്കൻ, ഗംഭീരൻ, നിന്റെ കഴിവുകളൊക്കെ നീ പ്രകടിപ്പിച്ചു.
ഭഗവാന്റെ നേരെ ഒപ്പത്തിനൊപ്പം നിന്ന് യുദ്ധം ചെയ്ത് ഭഗവാനെ തന്നെ സന്തോഷിപ്പിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അവനെ ശ്ലാഘിച്ചു എന്നാണ് അവിടെ അർത്ഥം. വളരെ മനോഹരം. ഇനി ആ ഋഷിമുനിമാര് അർത്ഥഗർഭങ്ങളായ പ്രയോഗങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയണം. ഭാഗവതത്തിൽ 10-15 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ചതാണ് ഇവിടെ ഒറ്റ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ചുരുക്കി പറയുന്നത്. ത്വജിച്ഛന്തോരോമസ്വഭികുശഗണ ചക്ഷുഷികൃതം ചതുർഹോതാരോംഗ്രൗ സൃഗവിവദനേ ചോദരയിടാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദഃ ത്വജിച്ഛന്തോ രോമസ്വഭികുശഗണ ചക്ഷുഷി ഘൃതം ചതുർഹോദാരോംഗ്രൗ സൃഗവിവദനേ ചോദരയിടാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാഃ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദഃ. ഭഗവാനെ മുനിമാർ സ്തുതിച്ച സ്തുതിയാണ്. വരാഹമൂർത്തിയെ, ആ വരാഹത്തിൻ്റെ ആ കാട്ടുപന്നിയുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെയും യജ്ഞത്തിലെ ഓരോ അവയവങ്ങളാക്കി, യജ്ഞത്തിൻ്റെ ഓരോ അംഗങ്ങളാക്കി വർണ്ണിക്കുകയാണ്. ത്വജിച്ഛന്തോ രോമസു അപി കുശഗണഃ ചക്ഷുഷി ഘൃതം ചതുർഹോതാരോ അംഗ്രൗ സൃഗബി വദനേ ഉദരേ ഇടാ ഗ്രഹാജിഹ്വായാം കർണേ ചമസാ സോമോ വീര്യം ഗളദേശേപ്യുപസദഃ. ഓരോന്നിനെയും ഓരോന്നിനോട് താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഭഗവാനെ സംബോധന ചെയ്തത് പരപുരുഷ, വിഭോ, വരദ, 3 സംബോധന. പരപുരുഷ, വിഭോ, വരദ, അല്ലയോ പരമപുരുഷനായവനെ, പുരുഷോത്തമനായവനെ, ശ്രേഷ്ഠനായവനെ, വിഭോ സർവവ്യാപിൻ, സർവശക്ത, വരദ, എല്ലാവർക്കും വരങ്ങളെ ദാനം ചെയ്യുന്നവനെ. ഇങ്ങനെ 3 സംബോധന ചെയ്തുകൊണ്ട് ഭഗവാനോട് പറയണ്. ത്വജിച്ഛന്തോ, ത്വചി എന്ന് പറഞ്ഞാൽ ത്വക്കിൽ, ത്വക്ക് എന്നുള്ളതിന്റെ സപ്തമിയാണ് ത്വചി. അപ്പൊ ത്വക്കിൽ, അങ്ങയുടെ ത്വക്കില് ഛന്ദസ്സുകൾ, ത്വക്കിന്റെ സ്ഥാനത്ത് ഛന്ദസ്സുകൾ, വേദമന്ത്രങ്ങൾ. അല്ലെ, ത്വക്കെങ്ങനെയാണോ ശരീരത്തെ മറയ്ക്കുന്നത്, ശരീരത്തെ എൻവലപ്പ് ചെയ്യുന്നത്, അതുപോലെയാണ് ഛന്ദസ്സും. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഛാദനത്വാത്, ഛാദനം ചെയ്യുന്നതാണ് ഛന്ദസ്. തത്വത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്, ഒരു തത്വത്തിന്റെ കണ്ടെയ്നറാണ് ഛന്ദസ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറാണത്. അതിനകത്ത് ഒരു തത്വം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു, ഒരു കണ്ടന്റ് ഉണ്ട്. മന്ത്രങ്ങൾ വെറും കണ്ടെയ്നറുകളാണ്, മന്ത്രത്തിന്റെ ഉള്ളിലുള്ള വസ്തുവാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് അതിന് മന്ത്രം എന്ന് പറയുന്നത്. മനനാത് ത്രായതേ ഇതി മന്ത്ര, മനനം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നതാണ് മന്ത്രം. അപ്പൊ മനനം ചെയ്ത് ഉള്ളിലുള്ള വസ്തുവിനെ നമ്മൾ തെരഞ്ഞു പിടിക്കണം. അതിന്റെ സ്ഥൂല രൂപം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മന്ത്രം എന്ന വാക്കുകൾ കണ്ടെയ്നറാണ്. ആ വാക്കിന്റെ അർത്ഥത്തെയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ത്വക്കിനോട് ഉപമിച്ചു. എന്തിനെ? ഛന്ദസ്സിനെ. ഛന്ദസ് എന്ന് പറഞ്ഞാലും ഛാദനം ചെയ്യുന്നത്, ദാറ്റ് വിച്ച് കവേഴ്സ്, ദാറ്റ് വിച്ച് എൻവലപ്സ്. സോ ത്വക്കും ശരീരത്തെ എൻവലപ്പ് ചെയ്യുന്നത് പോലെ വേദതത്വങ്ങളെ, എന്താ പറയുക, ബ്രഹ്മതത്വത്തെ അന്തർഭവിപ്പിച്ചിരിക്കുന്ന, ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നതാണ് വേദമന്ത്രങ്ങൾ. ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ് മുതലായ മന്ത്രങ്ങളൊക്കെ ഛന്ദസ് എന്നുള്ളതിനിവിടെ മന്ത്രങ്ങൾ എന്ന് തന്നെ എടുക്കാം. ആ മന്ത്രങ്ങളൊക്കെ ഉള്ളിൽ ഗഹനങ്ങളായ വസ്തുക്കളെ മറച്ചു വച്ചിരിക്കുന്നു. ത്വജിച്ഛന്തഃ, അങ്ങയുടെ ത്വക്കിൽ
യജ്ഞമൂർത്തിയായ വരാഹമൂർത്തിയുടെ ആ ത്വക്കിൽ വേദമന്ത്രങ്ങളെ കാണുന്നു. ത്വചിച്ഛന്തോ രോമസു അപി കുശഗണഃ. രോമസു, ആ വരാഹത്തിന്റെ രോമങ്ങൾ കുശഗണങ്ങളാകുന്നു, ദർഭപ്പുല്ലുകളാകുന്നു. അപ്പോൾ എങ്ങനെയാണോ ശരീരത്തിലെ രോമങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. രോമകൂപങ്ങൾ നമ്മുടെ ശരീരത്തിലെ വിയർപ്പൊക്കെ പുറത്തേക്ക് പോകാനുള്ള സുഷിരങ്ങളാണ്, ദ്വാരങ്ങളാണ്. നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിൽ രോമകൂപങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അപ്പൊ ഈ ശരീരത്തിലെ രോമങ്ങളുടെ സ്ഥാനം പോലെയാണ് ഈ പ്രപഞ്ച ശരീരത്തിലെ ദർഭകൾ. യജ്ഞത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ദർഭപ്പുല്ലുകൾ അതും ഈ ശരീരത്തിന്റെ, ഈ പ്രപഞ്ച ശരീരത്തിന്റെ പ്രാണനെ നിലനിർത്തുന്നവയാണ് എന്നൊക്കെ അർത്ഥം. അതാണ് രോമസു കുശഗണഃ, രോമങ്ങളിൽ ദർഭഗണങ്ങളും. ചക്ഷുഷി ഘൃതം, ചക്ഷുഷി കണ്ണിൽ, ഭഗവാന്റെ കണ്ണിൽ ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യ്, യാഗത്തിനാവശ്യമായിട്ടുള്ളതായിട്ടുള്ള നെയ്യ്. ആജ്യം എന്നാ പറയുക അതിന്. ആ ആജ്യം എന്നുള്ളതായിട്ടുള്ള നെയ്യ് അത് അടുപ്പത്തൊരുക്കിയിട്ടല്ല ഉണ്ടാക്കേണ്ടത്. ആജ്യം വെണ്ണ വെയിലത്തൊരുക്കി ഉണ്ടാക്കുന്നതിനാണ് ആജ്യം എന്ന് പറയുക. അടുപ്പത്തൊരുക്കിയാൽ നെയ്യാവും, അഗ്നിയിൽ ചൂടാക്കിയാൽ അത് നെയ്യും, വെയിലത്ത് ചൂടാക്കിയാൽ ആജ്യവും. ആ ആജ്യം കൊണ്ടാണ് ഹവിസ്സുകളെല്ലാം സമർപ്പിക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടി വെയിലത്തുണക്കാനൊന്നും ആർക്കും വയ്യ. നെയ്യ് മിൽമ കുപ്പി ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നമ്മൾ ചൂടാക്കിയിട്ട്, അല്ലെങ്കിൽ ചൂടാക്കാതെ അങ്ങനെ തന്നെ നമ്മൾ വെണ്ണയെ ചൂടാക്കിയതാണല്ലോ നെയ്യ്, അങ്ങനെ എടുത്ത് സമർപ്പിക്കുന്നു. അപ്പോൾ ആജ്യത്തിൻ്റെ സ്ഥാനത്ത് കണ്ണുകളുടെ സ്ഥാനത്ത് ആജ്യവും. അപ്പോൾ ആ ആജ്യത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു ആ കണ്ണുകളുടെ സ്ഥാനം. ചക്ഷുഷി ഘൃതം അംഗ്രൗ ചതുർഹോദാരഃ. ചതുർഹോദാരോ അംഗ്രൗ, അംഗ്രികളിൽ, പാദം. അപ്പൊ 4 പാദങ്ങളാണ് വരാഹമൂർത്തിക്ക്. അത് 4 ഹോതാക്കളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. ഹോതാക്കൾ എന്ന് പറഞ്ഞാൽ 4 പുരോഹിതന്മാർ. ഒരു യാഗത്തിലെ ഒരു 4 ഭാഗത്ത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള 4 ദിക്കിലും ഇരുന്നു കൊണ്ട് 4 പുരോഹിതന്മാർ ഒരേ സമയം ഹോമിക്കും. അവരെയാണ് ചതുർഹോദാരന്മാരെന്ന് പറയുന്ന 4 വേദങ്ങളുടെ പ്രതിനിധികളാണ് അവര്. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെയുള്ള 4 വേദങ്ങളുടെ പ്രതീകങ്ങളായി. അധ്വർയു, ഉദ്ഗാതാവ്, ഹോതാവ്, ബ്രഹ്മൻ എന്നൊക്കെ അവർക്ക് പേര്. അധ്വർയു, ഉദ്ഗാതാവ്, ഹോതാവ്, ബ്രഹ്മൻ, ഇങ്ങനെ 4 പുരോഹിതന്മാർ 4 വശത്തും ഇരുന്നു കൊണ്ട് ഹോമിക്കുന്നത് പോലെ 4 പാദങ്ങൾ ഭഗവാൻ വരാഹമൂർത്തിക്ക്. അപ്പൊ ചതുർഹോദാരഃ അംഗ്രൗ സൃഗഭിവദനേ. സൃക്ക് എന്ന് പറഞ്ഞാല് ഈ നെയ്യ് ഒക്കെ എടുക്കുന്നതായിട്ടുള്ള വലിയ നീണ്ടതായിട്ടുള്ള ആ സ്പൂണ് പോലെയുള്ളതായിട്ടുള്ള സാധനത്തിനാണ് സൃക്ക് എന്ന് പറയുന്നത്. അത് വദനേ, ഈ വരാഹമൂർത്തിയുടെ വദന ഭാഗത്ത് വായുടെ സ്ഥാനത്ത് സൃക്കും. അതുപോലെ സൃഗഭിവദനേ ച ഉദരേ ഇടാ. ഉദരത്തിന്റെ സ്ഥാനത്ത് ഇട എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പാത്രമുണ്ട്. ഇട എന്ന് പറയുന്ന പാത്രം ഈ സൃക്ക് കൊണ്ടും സ്രുവം കൊണ്ടും ഒക്കെ നെയ്യെടുത്തിട്ട് അഗ്നിയിൽ ഹോമിച്ചിട്ട് അതിൽ ശേഷിക്കുന്ന തുള്ളികൾ പ്രസാദമായിട്ട് ശേഖരിക്കുന്നതായിട്ടൊരു പാത്രമുണ്ട്. അതിൻ്റെ പേരാണ് ഇട എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഇടസ്ഥാനത്ത്, ഉദരത്തിന്റെ സ്ഥാനത്ത് പുരോടാശം ധരിക്കുന്നതായിട്ടുള്ള പാത്രമാണ്. എന്ന് വെച്ചാൽ ഹവിസ് സമർപ്പിക്കാനുള്ള, നിവേദ്യം സമർപ്പിക്കാനുള്ള ആദ്യത്തെ വലിയ പാത്രമാണ് ഇട എന്ന് പറയുന്ന വലിയ പാത്രം, പുരോടാശം കൊണ്ടുപോകുന്ന പാത്രം. അപ്പൊ ഉദരേ ഇടാ, ഉദരസ്ഥാനത്ത് ഇടയും. ജിഹ്വായാം ജിഹ്വായാം, ഭഗവാന്റെ നാവിന്റെ സ്ഥാനത്ത് ഗ്രഹങ്ങൾ എന്ന് പറയുന്ന പാത്രങ്ങള്, സോമരസപാത്രങ്ങളാണത്. അങ്ങനെയുള്ള പാത്രങ്ങളും. കർണേ ചമസാഹാച, കർണത്തിൽ ചമസങ്ങളും. ഈ ചമസങ്ങളാണ് അവസാനം പ്രസാദം ശേഖരിക്കുന്ന. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞ് ബാക്കി ഒരു തുള്ളി ഇതിലും ഒറ്റിക്കും. അതിനുവേണ്ടി ഒരു പാത്രം വയ്ക്കും. അതാണ് നമുക്ക് പ്രസാദമായിട്ട് എടുക്കുക, അഗ്നിയിൽ കൊടുത്തതിൻ്റെ ബാക്കി. അപ്പോൾ ആ ബാക്കി പ്രസാദം സ്വീകരിക്കുന്ന ചമസങ്ങളുടെ സ്ഥാനത്ത്, കർണങ്ങളുടെ സ്ഥാനത്ത് ചമസങ്ങളും.
അതുപോലെ വിഭോ തേ വീര്യം സോമഹ, അങ്ങയുടെ വീര്യമാകുന്നു സോമരസം. ആ വരാഹത്തിന്റെ വീര്യഭാവത്തിലാണ് സോമരസം. വിഭോ സോമോ വീര്യം വരദ ഗളദേശേപി ഉപസദ. ഉപസത്തുക്കൾ എന്ന് പറയുന്ന യാഗവിശേഷങ്ങളാണ് അങ്ങയുടെ ഗളദേശം, കണ്ഠദേശം. അപ്പം അങ്ങയുടെ വരാഹമൂർത്തിയുടെ കഴുത്തുദേശം, മറ്റു ചില യാഗവിശേഷങ്ങളുടെ പേരും പറഞ്ഞു. അപ്പം ഇതെല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ യജ്ഞത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള പദാർത്ഥങ്ങൾ, പാത്രങ്ങൾ, മന്ത്രങ്ങൾ, പുരോഹിതന്മാർ എല്ലാവരെയും ചേർത്ത് യജ്ഞവരാഹമൂർത്തിയുടെ ശരീരമായിട്ട് കാണുകയാണ്, അതിനോട് ഉപമിക്കുകയാണ്. അപ്പോൾ ഇവിടെ യജ്ഞവരാഹമൂർത്തി ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ യജ്ഞം ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് തന്നെയാണ്. യജ്ഞത്തിലൂടെ വേണം ഈ ഭൂമിയെ ഉദ്ധരിക്കാൻ. യജ്ഞാത് ഭവതി പർജന്യഃ. യജ്ഞകർമ്മങ്ങളാണ് ഈ ലോകത്തെ ഉദ്ധരിക്കുക, ലോകത്തെ പുരോഗമിപ്പിക്കുക. ഓരോരുത്തരുടെയും ത്യാഗപൂർണമായിട്ടുള്ള പ്രവൃത്തികളാണ് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ നന്മകളും. അപ്പോ ഹിരണ്യാക്ഷന്മാരാവാതെ യജ്ഞമൂർത്തികളായി തീരുക നമ്മൾ ഓരോരുത്തരും. ഇതാണ് ഈ കഥയുടെ സാരം. നമ്മൾ എടുക്കേണ്ടത് അവസാനം നമുക്ക് ശേഷിക്കുന്നത് അതാണ്. വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? ഡോണ്ട് ബിക്കം ഹിരണ്യാക്ഷ, ബിക്കം വരാഹ. വിച്ച് വരാഹ? യജ്ഞവരാഹ. യു ബിക്കം യുവർ സെൽഫ് എ യജ്ഞമൂർത്തി. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ ഈശ്വരാരാധനയായി മാറട്ടെ. പ്രപഞ്ചസ്വരൂപനായ വിശ്വരൂപനായ വിഷ്ണുവിനുള്ള ആരാധനയായി മാറട്ടെ. യജ്ഞോ വൈ വിഷ്ണുഹു. യജ്ഞമൂർത്തിയാണ് വിഷ്ണു. ആ വിഷ്ണുവിനുള്ള ആരാധനയാവട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം. ഈ ലോകത്തെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികളായി മാറട്ടെ. അത് കാണിച്ചു തരികയാണ് ഇവിടെ വരാഹമൂർത്തിയായി ഭഗവാൻ വന്നിട്ട്. ഇപ്പൊ യജ്ഞകർമ്മങ്ങളിലൂടെ ഈ ലോകത്തെ നമുക്ക് അഭിവൃദ്ധിയിലേക്ക് നയിക്കാം. നമുക്ക് കോൺട്രിബ്യൂട്ടേഴ്സ് ആവാം. നമുക്ക് കൺസ്യൂമറിസം വിടാം. നമുക്ക് എന്നും കൺസ്യൂമേഴ്സ് ആയിരിക്കുന്ന ഹിരണ്യാക്ഷഭാവത്തിൽ നിന്ന് നമുക്ക് വരാഹമൂർത്തിയാകുന്ന കോൺട്രിബ്യൂട്ടറിലേക്ക് വളരാം. അതാണ് മനുഷ്യ സമൂഹം ചെയ്യേണ്ടത്. അതിനുള്ള പാഠമാണിവിടെ. അതുകൊണ്ട് ഭഗവാനെ വരാഹമൂർത്തിയെ യജ്ഞമൂർത്തിയായി വർണ്ണിച്ചു. അവസാനത്തെ കൺക്ലൂഡിങ് ശ്ലോകം കൂടി വായിച്ചു നിർത്താം. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാഃ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസन् സ്വദിഷ്ണ്യം സംപ്രാപ്തഃ സുഗരസവിഹാരീ മധുരിഭോ നിരുന്ദ്യാരോഗം മേ സകലമഭിവാചാലയപതേ. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാഃ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസन् സ്വദിഷ്ണ്യം സംപ്രാപ്തഃ സുഗരസവിഹാരീ മധുരിഭോ നിരുന്ദ്യാരോഗം മേ സകലമഭിവാചാലയപതേ. മുനീന്ദ്രൈഹി മുനീന്ദ്രന്മാരാൽ, ഇത്യാദിസ്തവനമുഖരൈഹി ഇത്യാദി ഇങ്ങനെയൊക്കെ മുമ്പ് പറഞ്ഞതുപോലെയുള്ള, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെയൊക്കെയുള്ള സ്തവനമുഖരൈഹി, മുഖരന്മാര് എന്ന് പറഞ്ഞാൽ സ്തവനത്തെ മുഴക്കുന്നവര്, മുഖരിതമാക്കുന്നവര്, നല്ലപോലെ സ്തുതിക്കുന്നവരായ മുനീന്ദ്രന്മാരാൽ ഇപ്രകാരം മോദിതമനാഃ, മോദിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായ അങ്ങ് ഗുരുവായൂരപ്പ, അവരുടെ സ്തുതികളെ കൊണ്ട് അങ്ങയെ അവർ മോദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, പ്രസാദിപ്പിച്ചു. യു ബിക്കെയിം ഹാപ്പി ദെൻ, അല്ലേ? എന്താ പറയുക, ഭക്തന്മാരായ മുനിമാർക്ക് അങ്ങയുടെ തത്വം മനസ്സിലായി. ഗുരുവായൂരപ്പ, അങ്ങ് വേഷം മാറി വന്നപ്പോഴും അങ്ങ് വരാഹമൂർത്തിയായിട്ട് വന്നപ്പോഴും ആ മിടുക്കന്മാരായിട്ടുള്ള മുനിമാർക്ക് അങ്ങയുടെ തത്വം മനസ്സിലാക്കി. അവർ പഠിച്ചു, ഗുരുവായൂരപ്പ, ഞങ്ങള്
ഇനിയും അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചോളാമെന്നാണ് ആ മുനിമാർ പറഞ്ഞതിൻ്റെ താല്പര്യം. അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ വരാഹമൂർത്തിയായി അവതരിച്ച് ഞങ്ങളെ യജ്ഞം പഠിപ്പിച്ചു. ഞങ്ങളും ഞങ്ങളുടെ ജീവിതവും ഇനിമേൽ യജ്ഞമാക്കി തീർക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ആ സ്തുതിയുടെ അർത്ഥം. അത് കേട്ടതായിട്ടുള്ള ഭഗവാൻ താൻ പഠിപ്പിച്ച കാര്യം പഠിച്ചതായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആ മുനിമാരുടെ സ്തുതിയിൽ സന്തുഷ്ടനായി. മോദിതമനാഹ, അങ്ങനെയുള്ള അങ്ങയുടെ മഹീയസ്യാമൂർത്തിയ, ആ മഹത്തായ വരാഹമൂർത്തിയോടുകൂടെ വിമലതര കീർത്തിയാച വിലസന്, അതിവിശുദ്ധമായ വിമലതരമായ കീർത്തിയോടുകൂടി വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായ അങ്ങ്, അങ്ങനെ ആ വരാഹമൂർത്തി എല്ലാവരുടെ മുമ്പിലും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ദർശനം കൊടുത്തുകൊണ്ട് പ്രകാശിച്ചു കൊണ്ടിരുന്നവനുമായ അങ്ങ് സ്വദിഷ്ണ്യം സംപ്രാപ്ത, അങ്ങ് അങ്ങയുടെ ദിഷ്ണ്യത്തിലേക്ക് സംപ്രാപിച്ചു. അങ്ങ് അന്തർധാനം ചെയ്തു, അങ്ങ് മടങ്ങിപ്പോയി. അങ്ങയുടെ അവതാര മൂർത്തിയെ ഉപേക്ഷിച്ച് തത്വം, അങ്ങയുടെ പരമമായ തത്വഭാവത്തിലേക്ക് അങ്ങ് മടങ്ങിപ്പോയി, സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോയി, വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയി. സ്വദിഷ്ണ്യം സംപ്രാപ്ത, അങ്ങയുടെ ദിഷ്ണ്യം, അങ്ങയുടെ വാസസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോയി. സംപ്രാപ്ത, എന്നിട്ടോ സുഖരസവിഹാരി, അങ്ങ് സ്വസ്ഥനായി സുഖരസത്തിൽ വിഹരിക്കുന്നവനായി ആനന്ദത്തോടുകൂടെ പഴയപടി ശയിക്കാൻ ആരംഭിച്ചു. പലാഴിയിൽ ചെന്ന് ആദിശേഷന്റെ മെത്തയിൽ അങ്ങ് വീണ്ടും സുഖനിദ്ര ചെയ്യുന്ന പോലെ ആത്മാരാമനായി, ആത്മക്രീഡനായി, ആത്മരതിയായി, വൈകുണ്ഠമൂർത്തിയായി അങ്ങ് വീണ്ടും സുഖരസവിഹാരിയായി ഭവിച്ചു. ഭൂമിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് അങ്ങ് മടങ്ങിപ്പോയി അങ്ങയുടെ സ്വധാമത്തിൽ ചെന്ന് വിഹരിച്ചു. സുഖരസവിഹാരി മധുരിബോ, സാക്ഷാൽ മധുരിബുവായ അജ്ഞാനനാശകനായ ആ മധുവിനെ നിഗ്രഹിച്ചതായിട്ടുള്ള ഭഗവാനെ, വാതാലയപതേ, ഈ ഗുരുവായൂപുരത്തിന്റെ അധിപനായ ഗുരുവായൂരപ്പ, നിരുന്ധ്യാരോഗം മേ സകലമഭി, മേ സകലം അഭിരോഗം നിരുന്ധ്യാഹ, എൻ്റെ എല്ലാ രോഗങ്ങളെയും അങ്ങ് നിരോധിച്ചാലും നശിപ്പിച്ചാലും അങ്ങേക്കിതൊക്കെ സാധിക്കും. സർവശക്തനാണങ്ങ്. ഈ ഭൂമിയെ തന്നെ ഉദ്ധരിച്ച് ലോകത്തിന് മുഴുവൻ രക്ഷയെ കൊടുത്ത ആളല്ലേ. അപ്പൊ എൻ്റെ ഈ നിസ്സാരമായിട്ടുള്ള വാതരോഗം അങ്ങേക്ക് എന്തു തന്നെയാണ്, എത്ര നിസ്സാരമാണ്. അതുകൊണ്ട് എൻ്റെ രോഗത്തെ മുഴുവൻ നശിപ്പിച്ചു തന്നാലും ഗുരുവായൂരപ്പ, മധുരിബോ, വരാഹമൂർത്തിയായി ലോകത്തെ ആഹ്ലാദിപ്പിച്ചവനെ, അങ്ങയുടെ കീർത്തി ഇന്നും എന്നും നിലനിൽക്കുന്നു. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാഃ മഹീയസ്യാമൂർത്യാ വിമലതര കീർത്യാ ച വിലസന് സ്വദിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാതാലയപതേ നിരുന്ധ്യാരോഗം മേ സകലമഭിവാതാലയപതേ നിരുന്ധ്യാരോഗം മേ സകലമഭിവാതാലയപതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, വളരെ സന്തോഷം. ഭഗവാന്റെ ലീലയായിട്ട് തന്നെ പറയാൻ സാധിച്ചു. ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് അതൊക്കെ. ഭഗവാനാണ് ഇതെല്ലാം തോന്നിപ്പിക്കുന്നത്. നിങ്ങളിത് കേൾക്കാൻ അർഹത ഉള്ളവരായതുകൊണ്ട് എന്നെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഭഗവാൻ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അല്ലാതെ നമ്മളാരുമല്ല, നമ്മളില്ല അവിടെ. നിങ്ങൾ അർഹരാണ്, നമ്മളൊരു നിമിത്തം മാത്രം. ഭഗവാന്റെ വാക്കുകൾ ഭഗവാൻ പറഞ്ഞു, കേട്ട നിങ്ങളും ഭഗവാന്മാർ തന്നെ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. വൈകിട്ട് കാണാം. നാരായണ.